എരിവേനൽ തീയെറിയുമ്പോൾ മഴ പെയ്യുന്നൊരു മരമുണ്ടേ, കനലെരിയും കഥ പറയുന്നൊരു സമരമരത്തിൻ ചൂടുണ്ടേ. കനലെരിയും കഥ പറയുന്നൊരു സമരമരത്തിൻ ചൂടുണ്ടേ. തകരാറോ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, കാരണഗാഥയറിയാമോ. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, കാരണഗാഥയറിയാമോ. മയ്യഴിയാറ്റിനുമറിയാം, കനകമലർ കാറ്റിനുമറിയാം. മയ്യഴിയാറ്റിനുമറിയാം, അങ്ങനെ നിൽപ്പാണവനൊരു ചെമ്പനി നീർപ്പൂവ്. അവനൊരു നാടിൻ തേങ്ങലാണേങ്ങലാ.
കിഴക്ക് പുലരി ചെങ്കൊടി പാറി കിളികൾ പാടി. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു പരിപാടി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാക്കൾ, അതുപോലെ തന്നെ ജില്ലാ നേതാക്കൾ, ബ്ലോക്ക് നേതാക്കൾ, അതുപോലെ തന്നെ പൊതുപ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ, പിന്നെ പുഷ്പാടന നാട്ടുകാർ, അതുപോലെ തന്നെ പുഷ്പാടനോട് സമരത്തിൽ പങ്കെടുത്ത സമരസഖാക്കൾ, അതുപോലെ തന്നെ പുഷ്പാടന സുഹൃത്ത്, അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ നാട്ടുകാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്ത് അതായത് നമ്മളിവിടെയുള്ള കുറച്ച് ആളുകൾ കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ ഒരു സമയത്ത്, അതായത് കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിൻ്റെ ഈ ഒരു സമയത്ത് പുഷ്പോട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ആളുകൾ ഈ വർഷവും അതേപോലെ തന്നെ പുഷ്പോട്ടൻ്റെ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്മരണ പുതുക്കാൻ വേണ്ടി ഇവിടെ എത്തും. അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു പോരുന്നത്. അപ്പോൾ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. വലിയ രീതിക്കകത്തേക്ക് പരിപാടി ഇന്ന് വൈകുന്നേരം പാനൂരിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളും അങ്ങോട്ടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് സഖാവ് സൈമൺ ബ്രിട്ടോൻ്റെ ഭാര്യ സീന ബ്രിട്ടോനെ ക്ഷണിക്കുന്നു. കുത്തു എന്ന് പറഞ്ഞ കഴുത്തിൽ T4 ആയിരുന്നു, പഴുത്തിട്ട് പിന്നെ T3 പോയി. പുഷ്പൻ അത് T2 ഒന്നുകൂടി മാരകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ തളർന്നു പോകാതിരിക്കാൻ ഷെയ്ക്കേൻഡ് കൊടുക്കണം എന്നൊക്കെ വളരെ എന്നെ പഠിപ്പിച്ച വിട്ടു. ഞാൻ വളരെ കൃത്യമായി പുഷ്പനോട് കൺവേ ചെയ്യിക്കും. അപ്പോൾ തന്നെ സഖാവിന് ബ്രിട്ടോയെ നേരിൽ കാണണമെന്നുള്ള ആഗ്രഹം പറയുകയും ചെയ്തു. എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പുഷ്പനെ കാണാൻ വരും എന്നുള്ള ഉറപ്പിന്മേലാണ് ഞാനന്ന് പിരിഞ്ഞത്. അതിനുശേഷം ബ്രിട്ടോ പുഷ്പന് കത്ത് എഴുതുന്നുണ്ട്. ഇങ്ങനെ അന്ന് തൊട്ട് തുടങ്ങിയ ഒരു ബന്ധം, 30 വർഷത്തെ ബന്ധം, ഏറ്റവും ഒടുവിൽ കാണുന്നത് പുഷ്പൻ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോഴാണ്. താമസം മാറുമ്പോൾ അന്ന് ഒരുപാട് സംസാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നു പോകലുണ്ട്. ഇതിനിടയിൽ 2020 ബ്രിട്ടോൻ്റെ പേരിലുള്ള ഇതുപോലെ ബ്രിട്ടോൻ്റെ സൗഹൃദ കൂട്ടായ്മ, ബ്രിട്ടോ അനുസ്മരണത്തിന് ബ്രിട്ടോൻ്റെ പേരിലൊരു അവാർഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ തൃശ്ശൂരിലുള്ള ബ്രിട്ടോ എന്ന അഞ്ചേരി ഹോസ്പിറ്റൽ സ്ഥിരമായി കിടക്കുക. അപ്പം അന്ന് ആ പ്രദേശത്തുള്ള ആളുകളുമായിട്ട് ബ്രിട്ടോ വളരെ സൗഹൃദമാണ്. അവിടുത്തെ ഒരു മാധവൻ മാസ്റ്റർ, പഴയകാല പാർട്ടി പ്രവർത്തകനും അവിടെ പാർട്ടി സംഘടിപ്പിക്കാൻ കെട്ടിപ്പടുക്കാനായിട്ട് വളരെ ത്യാഗോജ്ജലമായ പ്രവർത്തനം നടത്തിയ മാധവൻ മാസ്റ്ററുടെ മെമ്മോറിയൽ വായനശാലയുണ്ട്. ആ വായനശാല കേന്ദ്രീകരിച്ച് കുറേ ചെറുപ്പക്കാരും അവിടെയുള്ള ഒരു ആബാലവൃദ്ധം എല്ലാ ദിവസവും ബ്രിട്ടോയെ വന്ന് കാണുക അഞ്ചേരി ഹോസ്പിറ്റലിൽ. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് ഇപ്പോഴും ബ്രിട്ടോൻ്റെ പേരിലൊരു അഖില കേരള അടിസ്ഥാനത്തിലൊരു ലേഖന മത്സരവും, ഒപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വിവിധ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബ്രിട്ടോൻ്റെ പേരിലൊരു അവാർഡും കൊടുക്കുമായിരുന്നു. 2020 പുഷ്പനാണ് നമ്മൾ അഭിമാനത്തോടുകൂടി കൊടുക്കാൻ തീരുമാനിച്ച. അന്ന് ഞങ്ങൾ പുഷ്പനെ വന്ന് കാണുകയും അതിനുശേഷം പിന്നെ പുഷ്പൻ്റെ വീട്ടിൽ കയറുന്ന ചടങ്ങിനാണ് വരുന്നത്. അന്ന് ഒരുപാട് സംസാരിച്ചു. നിങ്ങൾ ഈ വീട്ടിൽ വരണം, താമസിക്കണം, മോളെയും കൂട്ടി നിങ്ങൾ നിങ്ങളെപ്പോലുള്ളവർ വന്ന് താമസിക്കുമ്പോൾ മാത്രമേ ഇത് വീടാവുന്നുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരുപാട് സംസാരിച്ച് വൈകാരികമായി. എപ്പോഴും വന്നാലും ആദ്യം ചിരിച്ച് സംസാരിക്കും, പിന്നെ കുറച്ച് രഹസ്യങ്ങളൊക്കെ പറയും. അപ്പോൾ ആ രഹസ്യങ്ങളിൽ നമ്മൾ തമ്മിലുള്ള മാനസികമായിട്ടുള്ള ഒരു പിന്നെ വൈകാരികമായൊരു തലം കൈമാറുകയൊക്കെ ചെയ്യുന്ന ഒരു അനുഭവമാണ്. പക്ഷേ ഇന്നിപ്പോൾ വരുമ്പോൾ വല്ലാത്തൊരു വേദന, ആ ഒഴിഞ്ഞ കട്ടിൽ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന, അത് വേറെ ആൾക്കും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതാണ് ഇന്നിപ്പോൾ എൻ്റെ മാനസികാവസ്ഥ. കൃഷ്ണനെക്കുറിച്ച് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ കേരള ചരിത്രം, അവർ പക്ഷേ ലോക ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. കാരണം നമ്മൾ ആലോചിക്കണം, 1-2 ദിവസമോ 1-2 മാസമോ വർഷമോ 30 വർഷം വെറും 2 അവയവങ്ങൾ മാത്രമേ പുഷ്പൻ ചലിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. കണ്ണും നാവും മാത്രം. ആ കണ്ണും നാവും മാത്രം ചലിച്ച് ആ അവസാന കാലം വരെയും കമ്മ്യൂണിസം അല്ലെങ്കിൽ മാർക്സ് അല്ലെങ്കിൽ മനുഷ്യനെ സംഗീതം പോലെ സ്നേഹിക്കുന്ന ഒരു കാലം വരണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു, ഒരു സഖാവായിരുന്നു, നമ്മുടെ സഹോദരനായിരുന്നു, നമ്മുടെ കൂടപ്പിറപ്പായിരുന്നു പുഷ്പൻ. ഇത് പറയുമ്പോൾ തന്നെ ഈ ഭരണകൂടം ഇത്രയധികം ഭീകരത കാട്ടുന്ന, നമ്മൾ പുരാതന കേരളം പരിശോധിച്ചാൽ, രാജഭരണം പരിശോധിച്ചാലൊക്കെ ഇപ്പോൾ കല്ലേ പിളർക്കുന്ന കൽപ്പനയും പല്ലിന് പല്ല് നാവിന് നാവ് എന്നൊക്കെ പറഞ്ഞുള്ള നിയമവ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഇങ്ങനത്തെ
ഒരവസ്ഥയിലൂടെ കടന്നുപോയ ഒരു വ്യക്തി ഉണ്ടായിരിക്കില്ല. സ്മരണ നിലനിർത്താനായിട്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വന്ന് കയറി പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു കേന്ദ്രവും ഒപ്പം ഒരു റെഫറൻസ് ലൈബ്രറി. റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്വാതന്ത്ര്യമായിട്ട് വന്ന് നമുക്ക് റെഫർ ചെയ്ത് പോകാനായിട്ട്. പലരും വീടുകളിൽ പല മാനസികാവസ്ഥയിൽ ഇരിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് വന്ന് ഇരുന്നൊന്ന് എഴുതിയോ വായിച്ചോ അതിൽ ചിലവർക്ക് ടി വി കാണാനോ ഒക്കെ അങ്ങനെയുള്ളൊരു സ്വതന്ത്രമായ ഒരാണ്. കാരണം ഞാനിത് പറയുമ്പോൾ സംഘടനാ രംഗത്ത് നിന്ന് നമുക്ക് പലപ്പോഴും ഒരു കയറ്റവും ഒരു ഇറക്കവും ഒക്കെ വരും. പല രീതിയിൽ ആശയും നിരാശയൊക്കെ വരുമ്പോഴൊക്കെ മിണ്ടാതെ വന്ന് ഇറക്കി വയ്ക്കുന്ന ഒരിടം കൂടിയായിരുന്നു പുഷ്പൻ്റെ സ്ഥലം. പുഷ്പൻ അതുപോലെ തന്നെ ബ്രിട്ടോൻ്റെ ആണ്. ബ്രിട്ടോൻ്റെ അടുത്ത് തന്നെ സംസാരിക്കാൻ ബ്രിട്ടോ ബോധ്യപ്പെട്ടു. പുഷ്പൻ്റെ അടുത്ത് പോയി നമുക്ക് സംസാരിക്കും. പക്ഷേ നമുക്ക് പിന്നെ ഒരു വല്ലാത്തൊരു വെച്ചാൽ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഞാൻ പറയാതെ അറിയാമല്ലോ. അപ്പം അങ്ങനെ നമ്മളുടെ പിന്നെ പല ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും സംഘടനാ പ്രവർത്തനത്തിന് പോകുമ്പോഴും അല്ലാത്തപ്പോഴും ജീവിതത്തിൽ ഇപ്പോൾ പലരുമായിട്ടൊക്കെ അങ്ങോട്ട് ഇടപഴകലൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വ്യതിയാനങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ വന്നിരിക്കുന്ന ഒരു ആശ്രയ കേന്ദ്രം കൂടിയായിരുന്നു പുഷ്പൻ. നമ്മൾ ആരോട് ബഹളം വെച്ചിട്ട് വന്നാൽ പുഷ്പനൊന്ന് കാണും, നമ്മളൊന്ന് ഫ്രഷാവും. അപ്പം ആ തരത്തിൽ പുഷ്പനെ മറ്റുള്ളവരെ ജീവിപ്പിച്ചു കൊണ്ടുള്ള ഒരു കേന്ദ്രമായിരിക്കണം. അതിൽ ഈ പറഞ്ഞ മാതിരി നമ്മൾ ചിട്ടവട്ടങ്ങൾ ഇപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനത്തെ ചിട്ടവട്ടം ഇപ്പം ഞാനിത് ബോധപൂർവ്വം ഉദ്ഘാടനം ചെയ്യാം. അങ്ങനെ ഇതിൻ്റെ ഉദ്ഘാടനത്തിനൊന്നും ആവശ്യമില്ല, അനുഭവം മാത്രം പറയാം. അതൊരു അപ്പോൾ ഉപചാരിക്കല്ലേ, ഉദ്ഘാടനം ആകുമ്പോൾ ഉപചാരിക്കും നമ്മുടെ അനുഭവം. അതുകൊണ്ട് ഞാൻ ബ്രിട്ടോയെ കണക്ട് ചെയ്ത് പറഞ്ഞു. കാരണം എനിക്ക് ബ്രിട്ടോടൊപ്പം നിന്ന ഒരവസ്ഥ എനിക്ക് കൃത്യമായിട്ടല്ല അവസാനം വരെ. പലപ്പോഴും പലരും ആഗ്രഹങ്ങൾ കൊടുക്കും, ഇങ്ങനെ മറ്റു തരാമെന്ന് പറയാം. അപ്പോൾ ഇവർ ഈ ആഗ്രഹത്തിൽ വീട്ടിലിരിക്കും. ഇത് വരും, അവർക്കത് മാത്രമേ ഉള്ളൂ ചിന്ത. പിന്നെ പുസ്തകം വായന, പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ആളുകളുമായിട്ടുള്ള ഇടപെടലുകളും ഒക്കെ മാത്രമേ ഉള്ളൂ. അവരിതും കാത്തിരിക്കും. പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് പോണവർ നമ്മൾ 1000 കാര്യങ്ങൾ വ്യാപരിക്കുന്നില്ലെന്ന് മറന്നു. അപ്പോൾ ഇതും കാത്തിരുന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും ബ്രിട്ടോ കൃത്യം വിളിക്കുമ്പോൾ നെഗറ്റീവ് മറുപടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ ഇതൊക്കെ ഞാൻ തൊട്ടറിഞ്ഞിട്ടുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വന്നിരുന്ന് പരസ്പരം ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ പറഞ്ഞാൽ ഒരു സ്പർശയും നമുക്ക് ഒരുപാട് ഇപ്പോൾ മനുഷ്യനാണ് ഇവിടെ ഇരിക്കുന്ന 200 പേരുണ്ടെങ്കിൽ 200 പേർക്ക് ചിലപ്പോൾ 6000 അഭിപ്രായങ്ങളുള്ളവരായിരിക്കും. ഈ 6000 അഭിപ്രായങ്ങൾ യോജിച്ചു പോകണമെന്നില്ല. യോജിപ്പോളും വന്ന് അത് സമ്മാനമാക്കാൻ സൗഹൃദത്തിൽ പിരിഞ്ഞു പോകുന്ന ഒരു കേന്ദ്രമാക്കി. കാരണം നമ്മുടെ ദുഃഖങ്ങൾ ഇറക്കി വെക്കണം. കാരണം എനിക്ക് ഒരുപാട് പറയാനുണ്ടാവും. സ്വഭാവം എല്ലാമാണെന്നല്ല, പക്ഷെ നമുക്ക് പരസ്പരം പറയുമ്പോൾ നമുക്ക് പുതിയ ആശയങ്ങൾ കിട്ടും. അങ്ങനത്തെ ഒരു സെൻറ്ററും പിന്നെ ഏറ്റവും പ്രധാനം വെച്ചാൽ റെഫറൻസ് ലൈബ്രറി തന്നെയാണ്. കാര്യം അത് പല കാര്യങ്ങൾ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ ചരിത്രത്തെക്കുറിച്ചായാലും ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ചായാലും ചരിത്രം മാറ്റി എഴുതുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചരിത്ര പുസ്തകങ്ങൾ സൂക്ഷിക്കുക തന്നെ വേണം. അതാണ് ഞാൻ ആ റെഫറൻസ് ലൈബ്രറി എന്ന് പറയുന്നത്. ആ ചരിത്രം ഇപ്പം നമ്മൾ ഇപ്പോൾ കുറേ ഇന്ത്യൻ ചരിത്രവും മറ്റുമൊക്കെ ഇവിടെ തന്നെയല്ല, ഔട്ട് ഓഫ് ഇന്ത്യ എന്നുള്ള അതാണെങ്കിൽ അതെങ്കിലും നമ്മൾ പോയി ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരു വലിയൊരു റെഫറൻസ് ലൈബ്രറി അതായിരിക്കും നമുക്ക് ഇവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇവരെ ആദരിക്കാൻ പറ്റുന്ന പുതിയ തലമുറയ്ക്ക്. ഇവിടെ വന്ന് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇന്ന പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ എറണാകുളം ദേശാഭിമാനി ലൈബ്രറിയിലുള്ള പോലത്തെ പുസ്തകങ്ങൾ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആണ്ടലാട്ട് മാഷിനെ ഞാൻ നമസ്കരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അന്നത്തെ പിന്നെ അധികായന്മാർ ദേശാഭിമാനി ലൈബ്രറിയിൽ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന സമയത്തുള്ള പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങൾ ഇന്ന് വേറെ എങ്ങും കിട്ടാനുമില്ല, ഔട്ട് ഓഫ് പ്രിൻ്റുമാണ്. അങ്ങനെയുള്ള പുസ്തകങ്ങളെല്ലാം വാങ്ങി ഇവിടെ വെച്ച് ഒരാൾക്കും കൊണ്ടുകൊടുക്കണം. റെഫറൻസ് നമ്മൾ നല്ല വൃത്തിയിൽ ഈ പറഞ്ഞ മാതിരി നല്ല AC ഒക്കെ ഇട്ട്, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയൊക്കെ മാറി നമ്മൾ പഴയൊരു കാലാവസ്ഥ AC ഒക്കെ ഇട്ട് നല്ല രസകരമായിട്ട് ഇത് നോക്കാനായിട്ട് 1-2 പേരെ നിയമിച്ച് പുഷ്പൻ്റെ വീട്ടുകാരാണെങ്കിൽ അവരെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ച് അവരെയും കൂടി ഇതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് അതിൽ പിന്നെ ജനങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഒന്നുകൂടെ
ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്. സഹനത്തിന്റെ മഹാസൂര്യൻ, സഹനത്തിന്റെ മഹാസൂര്യൻ, സഹനത്തിന്റെ മഹാസൂര്യൻ, സഹനത്തിന്റെ മഹാസൂര്യൻ. ധീരസഖാവ് പുഷ്പന്റെ, ധീരസഖാവ് പുഷ്പന്റെ, ധീരസഖാവ് പുഷ്പന്റെ, ധീരസഖാവ് പുഷ്പന്റെ ഓർമ്മ പുതുക്കും നാളിന്, ഓർമ്മ പുതുക്കും നാളിന്. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, രക്തസാക്ഷികൾ അമരന്മാർ, രക്തസാക്ഷികൾ അമരന്മാർ, രക്തസാക്ഷികൾ അമരന്മാർ, രക്തസാക്ഷികൾ അമരന്മാർ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. രാത്രി പുഷ്പന്റെ റൂമിലേക്ക് പോകാനുള്ള ഒരു മാനസികാവസ്ഥയാണ് അവിടെ ഉണ്ട് എന്നൊരു തോന്നലാണ്. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ആളുകളെ വരവേൽക്കുന്ന പുഷ്പന്റെ ഓർമ്മകൾ ഇന്നും മാഞ്ഞു പോകാത്ത നിലയിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മുടെ മനസ്സ് ആ നിലയിൽ ചിന്തിച്ചു പോകുന്ന ഒരു നിലയാണ് ഉള്ളത്. അത് പുഷ്പന് മാത്രം സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പുഷ്പനെ അനുസ്മരിച്ചുകൊണ്ട് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള ഒന്നാണ്. സഖാവ് പുഷ്പനോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും പുഷ്പം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പുഷ്പന്റെ തൊട്ട് കണ്ണെത്തുന്ന ദൂരങ്ങളിൽ നിൽക്കുന്ന ചിലരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പുഷ്പൻ പറഞ്ഞത്. ചിലര് നമുക്കറിയാം, മരം കയറ്റ തൊഴിലാളികൾ അല്ലെങ്കിൽ ചെത്തു തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ മരം കയറുമ്പോൾ വീണ് നട്ടല് തകർന്ന് ഒരേ കിടപ്പിൽ കിടക്കുന്ന ഒട്ടനവധി ആളുകളാണ്. പക്ഷേ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തരാണ് ഞാൻ. കാരണം എനിക്ക് യാതൊരു അല്ലലും അലട്ടും സ്വന്തം ജീവിതത്തിനകത്തുണ്ടായിട്ടില്ല. എനിക്കെന്താണോ ഞാൻ ഒരു ചെറിയൊരു അസുഖം വരുമ്പോഴത്തേക്കും അവിടെ വന്ന് എന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ, അവിടെ പരിചരിക്കാൻ നിരവധി ആളുകൾ എത്തിച്ചേരുന്നു. അതുപോലെ എല്ലാ ദിവസങ്ങളിലും വ്യത്യസ്തമായ ദിവസങ്ങളിൽ ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നേതാക്കളായിട്ടുള്ള ആളുകൾ സന്ദർശിക്കുന്നു, അവരുമായി സൗഹൃദം പങ്കുവെക്കുന്നു. പുഷ്പൻ ലോകത്തിലെ എല്ലാ വിവരങ്ങളും പറയുന്ന ഒരാളാണ്. ആ കടന്ന കിടപ്പിൽ നിന്ന് തന്നെ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ സംഭവവികാസങ്ങളെ സംബന്ധിച്ചും കൃത്യമായ അറിവുള്ള, അതുപോലെ വരുന്ന ആളുകളോട് സംവദിക്കുന്ന, അതുപോലെ നേതാക്കന്മാരോട് സംവദിക്കുന്ന ഒരാളാണ് സഖാവ് പുഷ്പൻ. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ പുഷ്പനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും പ്രമുഖമായ ഒരു സ്ഥാനമാണ് പുഷ്പന് ഇവിടെയുള്ളത്. പുഷ്പനെ പരിചയപ്പെട്ട സമയം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഒരാളെ കാണാൻ വേണ്ടി പോയതായിരുന്നു. ആ സമയത്തായിരുന്നു പുഷ്പോട്ടൻ അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടിയത്. ആദ്യമായിട്ടാണ് പുഷ്പോട്ടനെ നേരിട്ട് കാണാനുള്ള ആഗ്രഹം. പുഷ്പോട്ടൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം, ഇങ്ങനെയാണ് ഒരു റൂം വരെ ഇങ്ങനെ ഫോട്ടോ കാണുന്നല്ലാണ്ട് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെയായാലും ഒന്ന് പോയി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ആ റൂമിനകത്ത് കയറുന്ന സമയത്ത് ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് എന്തെല്ലാം എന്നുള്ളൊരു ചോദ്യമാണ് പുഷ്പത്തിന് ഉണ്ടായിട്ടുള്ളത്. സാധാരണ രീതിയിൽ നമ്മൾ പെട്ടെന്ന് ഒരാളെ മുഖത്ത് നോക്കുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് നമ്മളെ മുന്നേ അറിയുന്ന ഒരാളെ പോലെ ആദ്യമായിട്ട് കാണുന്ന ഒരാളെ പുഷ്പോട്ടൻ ചേർത്ത് പിടിക്കുകയായിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മളെ മുന്നായിട്ട് പരിചയം തോന്നി. അങ്ങനെ ഒരു ചിന്താഗതി വരുന്ന രീതിയിലുള്ള ഒരു ലോകിയാണ് പുഷ്പോട്ടനടുത്ത് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ അടുത്തുപോയി സഖാവ്, ഞാനിങ്ങനെ കതിരൂര് പുല്ലോടാണ് എന്ന് പറഞ്ഞാൽ, കതിരൂര് ഞാൻ വന്നിട്ടുള്ള പരിപാടിക്ക് അന്ന് നമ്മുടെ ലോക്കൽ സമ്മേളനത്തിന് ആദ്യമായിട്ട് ഇവിടുന്ന് പുഷ്പോട്ടനെ എടുത്ത് നമ്മുടെ നാട്ടിന് പരിപാടിക്ക് വന്നിട്ടുണ്ട്, പുഷ്പോട്ടനെ കൂട്ടിയിട്ട്. അതാണ് നമുക്ക് പുഷ്പോട്ടനെ അങ്ങനെ വേദിയിൽ പോയിട്ടുള്ള ഒരു പരിപാടി പുഷ്പോട്ടൻ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടാകും. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ വർത്താനം പറയുന്നിടത്ത് ഇങ്ങനെ ഒരുപാട് കുടുംബക്കാരെല്ലാം ചോദിക്കുകയാണ്, നമുക്ക് ഇന്ന സ്ഥലത്ത് നിന്നുള്ള ഇങ്ങോട്ട് കുടുംബമുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് പവ്യാത്മ പരിചയമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകളുടെ പേരുകൾ പുഷ്പോട്ടൻ ഇങ്ങോട്ട് ചോദിക്കുകയുണ്ടായി. അപ്പൊ നമുക്കറിയാം, ഇതുവരെ കാണാതെ ഒരാളെ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ ഒരു സമയം പോകുന്നത് അറിയുന്നതില്ല. ആദ്യമായിട്ട് കാണാൻ പുഷ്പോട്ടൻ ഇങ്ങനെ വർത്താനം പറയുന്നോ അല്ലെങ്കിൽ ഒരു വർത്താനം പറയാൻ കഴിയുമോ അങ്ങനത്തെ ഒന്നുമില്ല. എന്തോരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ചെറിയൊരു നാടൻ പാട്ടൊക്കെ പാടാറുണ്ട് എന്നൊക്കെ പറഞ്ഞുതരാം. നമ്മൾ വടക്കുമ്പോൾ സീറ്റിനെ അറിയാവൂ എന്നുള്ള ചോദ്യമായി. സീറ്റ് വടക്കുമ്പോൾ നമ്മുടെ ഒരാശാനാണ് പാട്ടിന്റെ. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് മുത്തുവർമ്മിന്റെ പാട്ടുകളൊക്കെ നമ്മൾ സ്റ്റേജിൽ പാടാറുണ്ട് എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കുറെ സമയം കഴിഞ്ഞാലും ഒരു 3/4 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ടാവും.
വന്നേരം തിരിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് പുഷ്പാട്ടൻ പറയാണോ ഏട്ടാ പിന്നെ നമ്പർ ഒന്ന് വിളിച്ചട്ടെ രാജേട്ടനോടെ പറയുന്നത്. എൻ്റെ ആദ്യമായിട്ട് പെട്ടെന്ന് സന്തോഷം. രാജേട്ടൻ്റെ ഫോൺ മേടിക്കുന്നു, ഞാൻ നമ്പർ മേടിക്കുന്നു, ഞാൻ പുഷ്പാട്ടൻ സേവ് ആക്കുന്നു. ഞാൻ മിസ് കോൾ അടിക്കുന്ന പുഷ്പാട്ടൻ എന്നിട്ട് അങ്ങനെ പുഷ്പാട്ടൻ മിസ് കോൾ അടിച്ച് ഞാൻ പുഷ്പാട്ടൻ സദാവ് പുഷ്പാട്ടൻ തന്നെ സേവ് ആക്കിയിട്ട് നാട്ടിൽ വന്നു. നാട്ടിൽ 2 ആഴ്ച കഴിഞ്ഞാൽ കാണാൻ ഒരു കോള് വരുന്നു, സദാവ് പുഷ്പാട്ടൻ. വളരെ സന്തോഷം. കാരണം മറ്റുള്ള ആളുകളെയല്ല, പുഷ്പാട്ടൻ വിളിക്കാന്ന് പറയുമ്പോൾ ഒരു ജീവിതത്തിൽ ഭയങ്കര സംഭവം. അങ്ങനെ പുഷ്പാട്ടനോട് ഇഷ്ടപ്പെടുന്ന ആൾ ഒട്ടൊരു കോള്. ഞാൻ വെറുതെ ഫോണെടുത്ത് ചോദിക്കുമ്പോൾ എന്തെല്ലാന്നുള്ള ചോദ്യം തന്നെ കൊണ്ടുപോയില്ല, എന്തെല്ലാം സുഖല്ലേ, അതിന് നാടൻ ചെയ്യുന്നൊരു വർത്താണ്. ഞാൻ പുഷ്പാട്ടാ വെറുതെ വിളിച്ചപ്പോ എന്റെ നമ്പർ മേടിച്ചിട്ട് പിന്നെ സേവാക്കി വിളിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു വാക്ക് കൂടി കേട്ടാല് പുഷ്പാട്ടൻ എന്താണെന്നുള്ള കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരുപാട് ആളുകളെ വിളിക്കാൻ പുഷ്പാട്ടൻ ഉണ്ടാവും. പക്ഷെ കാരണം പുഷ്പാട്ടൻ എനിക്കൊന്നും മാസത്തിൽ 2 വട്ടങ്ങളും വിളിക്കും. ചില സമയത്തൊന്നും വെറുതെ വിളിക്കും. ഷുഗറിന്റെ പ്രശ്നം എന്തുണ്ട്, നല്ല മരുന്ന് പറയുന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞാൽ നല്ല ഡോക്ടറായിട്ടും ഇടയ്ക്ക് വിളിക്കും. അച്ഛന് സുഖമുണ്ടോ എന്നാലും പറഞ്ഞ് വിളിക്കുന്നത് മാനസികാവസ്ഥ. ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, കുട്ടാപ്പൂ ഇനി ഉപകാരം ചെയ്യോ? എന്താ പുഷ്പാട്ടൻ ഏട്ടനോടെ കല്യാണം, ഇനി പിള്ളേരെ കൊണ്ടുപോയി എനിക്ക് പാട്ട് പഠിത്തരുമോ? ചിഞ്ചുവിന്റെ കല്യാണത്തിനാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ എന്താ പുഷ്പാട്ടൻ നമ്മൾ വരാലോ, ആയിക്കോട്ടെ എന്നാ പിന്നെ എല്ലാവരോടും വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നമ്മളെ ഒരു എന്താ പറയണ്ട ഒരു അടുത്തൊരാള് എന്നുള്ള രീതിയിൽ തന്നെ പുഷ്പാട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുഷ്പാട്ടന്റെ വീട്ടിൽ വന്നിട്ട് പരിപാടിക്ക് നമ്മള് ഏട്ടനോട് കല്യാണത്തിൽ പാട്ടൊക്കെ പാടുന്നുണ്ട്. അന്ന് പുഷ്പാട്ടനോട് ഞാൻ ചോദിച്ചു, പുഷ്പാട്ടൻ എല്ലാ ഈ പുഷ്പനെ അറിയാവുന്ന പാട്ടെല്ലാം ഇങ്ങനെ പാടുന്നുണ്ട്, അത് ചിലർക്ക് ചിലപ്പോൾ അത് പിടിക്കൂല, എന്താ ചെയ്യുന്നത് അന്നേരം ഒരു വാക്ക് പറഞ്ഞാൽ ചെയ്യും, പാട്ടെല്ലാം പാടാനല്ലേ കുട്ടാക്കൂ, ഇതെല്ലാവരും പാടുന്നില്ല, അങ്ങ് പാടുകൊടുക്കുന്നല്ലാണ്ട് അതിന് നാടൻ വർത്താനത്തില്ല. അതും ഒരു ചിരിച്ചുകൊണ്ട് പുഷ്പാട്ടിന്റെ പാട്ട് പാടണമെന്ന് ഓറ് പറഞ്ഞിട്ടാണ് നമ്മൾ അന്നത്തെ പാട്ട് പാടിയിട്ടുള്ളത്. നമ്മളെ കോരാ ചാത്ത നിങ്ങൾ അറിഞ്ഞോ എന്നുള്ളൊരു പാട്ടാണ്, പുഷ്പാട്ടിനെ അറിയുന്നൊരു പാട്ടാണ്. അതിന് അന്ന് തീർച്ചയായിട്ടും നമ്മളൊരു പാടിക്കൊടുത്തത് കൊണ്ട് ആ പാട്ട് നിങ്ങൾ പാടിത്തരുമോ എന്ന് ചോദിച്ചു. നമ്മൾ നമുക്ക് രണ്ടുപേരും നമുക്ക് പുഷ്പാട്ട പാടാന്ന് പറഞ്ഞു. പുഷ്പാട്ടൻ എന്താ പറയണ്ടേ, ആ പാട്ട് ഒരു കേട്ടത് പരിചയമാണ്. ഒരു കയ്യടിച്ചുകൊണ്ട് നമുക്ക് പാടിക്കൂടെ, ആ പാട്ടിലേക്ക് അറിഞ്ഞൂടെ, ഒരു കയ്യടിയോട്ട് എല്ലാവരും ഇങ്ങനെ ഒരു വിഷമിച്ചിരിക്കുക. കാരണം പുഷ്പാട്ടൻ എന്ന് പറയുമ്പോൾ ഒരു ഊർജ്ജമാണ് നമുക്ക്. അപ്പൊ ആ പാട്ട് ഇത്രയാണ്. കോരാച്ചാത്ത നിങ്ങളറിഞ്ഞു നമുക്കും നിങ്ങൾക്കും സ്വാതന്ത്ര്യം, കോരനും ചാത്തനും തീരനും നാട്ടിലെ പെണ്ണികൾക്കെല്ലാം സ്വാതന്ത്ര്യം. കോരാച്ചാത്ത നിങ്ങളറിഞ്ഞു നമുക്കും നിങ്ങൾക്കും സ്വാതന്ത്ര്യം, കോരനും ചാത്തനും തീരനും നാട്ടിലെ പെണ്ണികൾക്കെല്ലാം സ്വാതന്ത്ര്യം. മലമുകളിലെ മാളിക വീട്ടിലെ മഞ്ഞക്കുറിയിട്ട തമ്പ്രാക്കൾ, മലമുകളിലെ മാളിക വീട്ടിലെ മഞ്ഞക്കുറിയിട്ട തമ്പ്രാക്കൾ, തമ്പ്രാന്മാർ പറഞ്ഞതു കേട്ടില്ലേ നമുക്കും നിങ്ങൾക്കും സ്വാതന്ത്ര്യം, തമ്പ്രാന്മാർ പറഞ്ഞതു കേട്ടില്ലേ നമുക്കും നിങ്ങൾക്കും സ്വാതന്ത്ര്യം. കോരാച്ചാത്ത കോരാച്ചാത്ത നിങ്ങളറിഞ്ഞു നമുക്കും നിങ്ങൾക്കും സ്വാതന്ത്ര്യം, കോരനും ചാത്തനും തീരനും നാട്ടിലെ പെണ്ണികൾക്കെല്ലാം സ്വാതന്ത്ര്യം. തപ്പ് കൊട്ടണ് തകിലി കൊട്ടണ് തുമ്പി തുള്ളടി പെണ്ണാളെ, തപ്പ് കൊട്ടണ് തകിലി കൊട്ടണ് തുമ്പി തുള്ളടി പെണ്ണാളെ, തമ്പ്രാന്മാർ പറഞ്ഞതു കേട്ടില്ലേ നമുക്കും നിങ്ങൾക്കും സ്വാതന്ത്ര്യം, തമ്പ്രാന്മാർ പറഞ്ഞതു കേട്ടില്ലേ നമുക്കും നിങ്ങൾക്കും സ്വാതന്ത്ര്യം. കോരാച്ചാത്ത നിങ്ങളറിഞ്ഞു നമുക്കും നിങ്ങൾക്കും സ്വാതന്ത്ര്യം, കോരനും ചാത്തനും തീരനും നാട്ടിലെ പെണ്ണികൾക്കെല്ലാം സ്വാതന്ത്ര്യം, കോരനും ചാത്തനും തീരനും നാട്ടിലെ പെണ്ണികൾക്കെല്ലാം സ്വാതന്ത്ര്യം. ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരുടെ അറിയാമോ, പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരുടെ അറിയാമോ.
അതുപോലെ തന്നെ പുഷ്പാട്ടൻ്റെ അയൽവക്കക്കാരെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട്, നാട്ടുകാരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് പുഷ്പാട്ടനുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ പങ്കുവെക്കുന്ന ഒരു സന്ദർഭം. കൂത്തുപറമ്പ് സമരത്തെയും അതിൽ പങ്കെടുത്തിട്ടുള്ള സഖാക്കളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഇവിടെ ഉണ്ട്. വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ്. കൂത്തുപറമ്പ് സമരം എന്ന് പറഞ്ഞാൽ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന അല്ലെങ്കിൽ അനുഭവം കൊണ്ട് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജം പകരുന്ന സമരമാണ്. ലോകത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരു ഇതുപോലെയുള്ള സമരം പറയില്ല. ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായിട്ടുള്ള വലതുപക്ഷ ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ടാണ് ധീരരായിട്ടുള്ള 6 സഖാക്കളെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ പരിപാടിയുടെ സംഘാടകരോട് ഒരു അഭ്യർത്ഥനയുള്ളത്, തുടർന്നും എല്ലാ വർഷവും നമുക്കിതുപോലുള്ള പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് മാതൃകാപരമായിട്ടൊരു ഇടപെടൽ സംഘടിപ്പിക്കണമെന്നുള്ളതാണ് ഒരു നിർദ്ദേശം ഇവിടുത്തെ ഇതിൻ്റെ സഖാക്കളോട് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം ഇവിടെ പങ്കെടുക്കാനെത്തിയിട്ടുള്ള ഇന്നൊരു വർക്കിംഗ് ഡേ കൂടിയാണ്. ആ വർക്കിംഗ് ഡേ ആയിട്ട് പോലും പല തിരക്കുകൾ മാറ്റിവെച്ച് രാവിലെ മുതൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള, അനുഭവങ്ങൾ പങ്കുവെക്കാനെത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഡിവൈഎഫ്ഐക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സഹനത്തിന്റെ മഹാസൂര്യന് ആയിരം അഭിവാദ്യങ്ങൾ, ആയിരം അഭിവാദ്യങ്ങൾ. രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങൾ പുഷ്പത്തിന് അറിയുന്നുണ്ട്. ഒരു കിടന്നിടത്തേക്ക് എങ്ങനെയാണ് ലോകത്ത് എത്തിക്കേണ്ടത് എന്നുള്ളൊരു മാസ്മരിക ശക്തി പുഷ്പത്തിനുണ്ടായിരുന്നു. നമ്മളൊക്കെ ഒരു 1-2 ദിവസം കടന്നുപോയ പിന്നെ ലോകമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട പോലെയാണ്. പക്ഷെ കിടന്ന കിടപ്പിൽ മുഴുവൻ ലോകത്തെയും സ്നേഹത്തെയും തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിൽ പുഷ്പത്തിനുണ്ടായിരുന്നൊരു അതിഗംഭീരമായിട്ടുള്ളൊരു കഴിവുണ്ടായിരുന്നു. അത് മറ്റ് അത്തരം ആളുകളിൽ ഞാൻ അധികം കണ്ടിട്ടില്ലാത്തതും പുഷ്പത്തിൽ മാത്രം കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ പല ഭാഗത്തെ മനുഷ്യർ ഇന്ത്യയിലെ പല ഭാഗത്തെ മനുഷ്യർ, ഈ കൊച്ചു കേരളത്തിൽ തന്നെ എവിടേക്കോ നിൽക്കുന്ന മനുഷ്യർ ഈ മേലപ്പുറത്ത് വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. അങ്ങനെ ഒരു സ്നേഹം മനുഷ്യരെ ആകർഷിക്കാൻ ഈ കുഞ്ഞു വീട്ടിനകത്ത് നിന്നും സാധിക്കും വിധമുള്ളൊരു വലിയ ഒരു കാന്തിക ശക്തി പുഷ്പത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാനിങ്ങനെ ഇവിടെ നിങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എന്തൊക്കെയായിരുന്നു പുഷ്പേട്ടൻ നമ്മളോടൊക്കെ സംസാരിച്ചിട്ടുള്ളത്. വളരെ വിചിത്രമായ കോമ്പിനേഷനുകളിൽ സംസാരിക്കാൻ അറിയായിരുന്നു. പിന്നെ തീർച്ചയായും ഒരു പ്രധാനപ്പെട്ട വിഷയം രാഷ്ട്രീയം തന്നെയായിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇഴകീറി പരിശോധിക്കും വിധമുള്ള സംസാരങ്ങൾ നടക്കാറുണ്ട്. അതിന് ശരി തെറ്റുകളെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യത്തോടുകൂടി സംസാരിക്കാറുണ്ട്. ലോകരാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള കാര്യം ഞാനുണ്ടാക്കുന്ന കറികളെ കുറിച്ചൊക്കെയാണ്. അപ്പം അതിൽ കടുക് വറുക്കുമ്പോൾ അതിൽ പിന്നെ ഉലുവയിടാറുണ്ടോ, ജീരകിടാറുണ്ടോ തുടങ്ങി മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ, അടുക്കളയിൽ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഒരു ഭാഗത്ത് ചോദിക്കും. മറുഭാഗത്ത് ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കോടതിയിലേക്കാണ് ഓടുന്നതെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ആശുപത്രിയിൽ എത്തുമ്പോൾ കോടതിയിൽ നടത്തിയിട്ടുള്ള കേസുകളെ കുറിച്ച് ചോദിക്കും. ഒരു കഴിഞ്ഞ 7 വർഷക്കാലം ഞാൻ പ്രോസിക്യൂട്ടർ കൂടിയായിരുന്നു. അപ്പോൾ കോടതിയിൽ നടക്കുന്ന കേസുകളുടെ വിശദാംശങ്ങൾ സത്യത്തിൽ കോടതിക്ക് പോലും അത്ര ഉൾക്കണ്ടുണ്ടാവാറില്ല. ഒരു കേസിന്റെ വിശദാംശം ഇങ്ങനെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും, നിയമം പോയിട്ട് മറ്റൊരു വിദ്യാഭ്യാസത്തിന്റെ അത്ര വലിയ ഏരിയകളിലൊന്നും പോയിട്ടില്ലാത്ത ഒരാള് നിയമത്തിന്റെ പോലും സങ്കീർണമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, പിന്നെ പുഷ്പട്ട ഇന്ന് മറ്റേ മർഡർ ട്രയലൊന്നും അല്ല നടന്നത്, ഇന്നൊരു ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കള്ളനോട്ടിലെല്ലാം കേസാണ്, അതെനിക്ക് അങ്ങനെ പറഞ്ഞുതരാം. അത് പറഞ്ഞുതരുന്നതിന് താങ്കൾ നടത്തുന്ന കേസല്ല, നിങ്ങൾ അത് പറഞ്ഞുകൊണ്ട് എന്താ നടന്നത് ബാങ്കിൽ തുടങ്ങിയിട്ട് ഇങ്ങനെ എല്ലാം സങ്കീർണമായ കാര്യങ്ങൾ കൂടി ലളിതമായി മനസ്സിലാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സ് മൂപ്പർക്ക് ഉണ്ടായിരുന്നു.
പുഷ്പേട്ടനോട് ചേർന്ന് നിൽക്കും വിധം ആ ഓർമ്മകളോട് നീതി പുലർത്തും വിധമുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹവലയത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ വിട്ടുപോകാതെ കണ്ടെത്തി നിർബന്ധപൂർവം എത്തിപ്പിക്കുന്നതിൽ ജയേഷേട്ടൻ ഉൾപ്പെടെ വഹിച്ചിട്ടുള്ള പങ്ക് തീർച്ചയായും അതിന് തുടർച്ചയുണ്ടാകണം. ഇന്ന് ഈ ഇതിൽ മാത്രമല്ല, തുടർന്ന് നമുക്ക് ഈ സൗഹൃദവും സ്നേഹവും പുഷ്പേട്ടൻ്റെ ഓർമ്മകളും കൂടി കലർന്ന ഒരു അന്തരീക്ഷം നമ്മുടെ എല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിന് കൂടുതൽ കരുത്ത് പകരും. അതുകൊണ്ട് തീർച്ചയായും ഇങ്ങനെയുള്ള പരിപാടികൾ ഇനിയും ഉണ്ടാകട്ടെ. പിന്നെ ഇങ്ങനെയൊക്കെ നിലനിർത്തുന്നതിൽ ഞങ്ങളൊക്കെ തിരിച്ച് ഈ പ്രദേശത്തെ ജനങ്ങളോട്, പുഷ്പേട്ടൻ്റെ കുടുംബാംഗങ്ങളോട്, പ്രദീപേട്ടൻ ഉൾപ്പെടെയുള്ള സഖാക്കളോടൊക്കെ കടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ സിനിച്ച് പറഞ്ഞല്ലോ, പിന്നെ ബ്രിട്ടോക്കെ പല രീതിയിലുള്ള അസംതൃപ്തികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അസംതൃപ്തി ഒരിക്കലും ജീവിതത്തിൽ ഇല്ലാത്ത വിധം ഒരു സഖാവിനെ എങ്ങനെയാണ് ജീവിപ്പിച്ചു നിർത്തേണ്ടത് എന്നുള്ളതിൽ നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയത് കൊണ്ടുകൂടിയാണ് പുഷ്പേട്ടന് ഇത്രയും ഒരു പോസിറ്റീവ് എനർജിയിൽ ജീവിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിൽ മേനത്രവും ചൊക്ലിയും പാനൂരും കണ്ണൂരും നൽകിയിട്ടുള്ള വലിയൊരു പിന്തുണയുണ്ട് പുഷ്പേട്ടന്. ആ പിന്തുണ പുഷ്പേട്ടൻ്റെ ഓർമ്മകളിലും ഉണ്ടാകും, അതും സജീവമായി നിലനിർത്തുന്നതിൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. അതുകൊണ്ട് പുഷ്പേട്ടൻ്റെ സൗഹൃദ വലയത്തിൻ്റെ ഒരു കണ്ണിയാകാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെയൊക്കെ രാഷ്ട്രീയ സംഘടനാ ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി തന്നെയാണ് ഞാൻ കരുതുന്നത്. പോരാളികളുടെ പോരാളിക്ക് ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. വേദന മനസ്സിൽ നിറയുമ്പോഴും നഷ്ടം നോക്കി വിതുമ്പുന്നില്ല. കർമ്മപദങ്ങളിൽ ആവേശത്താൽ സഖാക്കളെ നാം മുന്നോട്ട്. ഇൻകുലാബ് സിന്ദാബാദ്. അദ്ദേഹവുമായി വ്യക്തിപരമായി ഞാൻ പരിചയപ്പെടുന്നത് ഏതാണ്ട് ഒരു 10-20 വർഷങ്ങൾക്ക് മുന്നെയാണ്. അന്ന് ഞാൻ ബാലസംഘത്തിൻ്റെ കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കാലത്ത് അന്ന് ഇവിടെ ഇരിക്കുന്ന ഭാനുപ്രകാശ് ചേട്ടൻ കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ വരികയുണ്ടായിരുന്നു. എനിക്ക് ഭാനുപ്രകാശ് ചേട്ടനൊന്നും അറിയില്ല. അപ്പം അന്നത്തെ പാർട്ടി നേതാവായിട്ടുള്ള സഖാവ് ധനഞ്ഞേട്ടൻ എന്നോട് പറഞ്ഞു, ഒരു വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട്, നീ ഒന്ന് ഇയാളുടെ കൂടെ ചുക്കളിയിൽ സഖാവ് പുഷ്പൻ അവരുടെ വീട് ഒന്ന് കാണിച്ചു കൊടുക്കണം. എനിക്ക് യഥാർത്ഥത്തിൽ വീടൊന്നും അറിയില്ലായിരുന്നു. ഞാൻ പുഷ്പൻ സഖാവിൻ്റെ പേര് കേട്ടപ്പോൾ ആവേശത്തോടു കൂടി ഞാൻ പോവാമെന്ന് പറഞ്ഞ് ആ ഡ്രൈവറുടെ സഹായത്തോടു കൂടിയാണ് ഞാനും ഭാനുപ്രകാശ് ചേട്ടനും സഖാവ് പുഷ്പേട്ടൻ്റെ വീട്ടിലെത്തുന്നത്. ആദ്യമായിട്ട് അന്ന് പുഷ്പേട്ടനെ കണ്ടതും സംസാരിച്ചതും ഭാനുപ്രകാശ് ചേട്ടൻ ദേശാഭിമാനി വരാന്ത പതിപ്പിന് വേണ്ടി അദ്ദേഹത്തോട് ദീർഘമായി സംസാരിക്കുന്നതുമെല്ലാം ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ വളരെ കൗതുകത്തോടു കൂടിയാണ് ഞാനത് കണ്ടത്. അദ്ദേഹം ഇങ്ങനെ കിടന്ന കിടപ്പിൽ നിന്ന് വർത്തമാനം പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു നെഞ്ചിൽ ഒരാളലായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹം ഇതൊക്കെ ഇങ്ങനെ അതിജീവിച്ച് പോകുന്നത് എന്നൊരു വല്ലാത്ത പ്രയാസവും വേദനയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വികാരമായിരുന്നു അദ്ദേഹത്തെ അന്ന് കണ്ടപ്പോൾ ഉണ്ടായത്. പക്ഷെ പിന്നീട് SFIയുടെ ഭാരവാഹിക്ക് ആയ ഘട്ടത്തിലാണ് അദ്ദേഹവുമായി കൂടുതൽ ബന്ധപ്പെടുന്നതും ഇത്രമാത്രം വളരെ ആത്മാർത്ഥതയോടുകൂടി എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു സുഹൃത്തായിട്ട് മാറിയത്. എല്ലാവരും പറയാറുള്ളത് പോലെ തന്നെ നമുക്കൊരു പ്രയാസം വരുമ്പോൾ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നതും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി 2 വർത്തമാനമൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ അത് വലിയ ആശ്വാസം പകരുന്ന ഒന്ന് തന്നെയാണ്. വൈദ്യശാസ്ത്രത്തിനും ലോകത്തെമ്പാടുമുള്ള പോരാളികൾക്കും വലിയ അത്ഭുതമായിട്ട് തന്നെയാണ് അദ്ദേഹം നിലകൊണ്ടത്. നമ്മൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അനുസ്മരിക്കുക എന്നുള്ളത് തന്നെ ഈ കാലത്ത് വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. വളരെ മാതൃകാപരമായ നിലയിലാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ സഖാക്കളെല്ലാം ചേർന്ന് ഈ പ്രദേശത്തെ DVF എല്ലാം ചേർന്ന് ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പുസ്തക രൂപത്തിലാക്കി ഈ ലോകത്തിനാകെ കൂടുതൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ ആവശ്യമായിട്ടൊരു ശ്രമം DYFയുടെ സംസ്ഥാന കമ്മിറ്റി കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തന്നെ അതിൻ്റെ പരിശ്രമം ആരംഭിച്ചിരുന്നു. ഇവിടെ ഇരിക്കുന്ന
ഭാനുപ്രകാശ് അണ്ണാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം പുസ്തക രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതം മാത്രമല്ല, 94 കൂത്തുപറമ്പിൽ നടന്ന സമരവും ഈ ചുക്ലിയിലും മേലപ്പുറം ഉൾപ്പെടെയുള്ള പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമായും കൂത്തുപറമ്പ് സമരത്തിൻ്റെ ചരിത്രമായും ആഗോളവൽക്കരണ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ലോകത്തിലെ ആദ്യത്തെ ചോരകനിയുന്ന അധ്യായം എന്ന നിലയിൽ അങ്ങനെയൊരു ചരിത്രമായും വളരെ വിപുലമായ നിലയിൽ പല ആംഗിളുകളിലും നമുക്ക് വായിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു പുസ്തകമാണ് അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ളത്. വൈകാതെ തന്നെ ദിവസങ്ങൾക്കകം തന്നെ അതിൻ്റെ പ്രിന്റിംഗ് ഉൾപ്പെടെ നടത്തി വായനക്കാരിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുകൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. സിദ്ധാവ് പുഷ്പേട്ടൻ്റെ കുളിമങ്ങാത്ത ഓർമ്മകൾക്ക് മുന്നിൽ DYFIയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു. എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. രക്തസാക്ഷികൾ അമരന്മാർ, അമരന്മാർ അവർ ധീരന്മാർ, ധീരന്മാരുടെ ചേതനയാണ് ഞങ്ങളുടെ നെഞ്ചിലെ ചങ്കൂറ്റം. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. കൂത്തുപറമ്പിൻ പോരാളിക്ക്, കൂത്തുപറമ്പിൻ പോരാളിക്ക്, കൂത്തുപറമ്പിൻ പോരാളിക്ക്, കൂത്തുപറമ്പിൻ പോരാളിക്ക് ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. പോരാളികളുടെ പോരാളി, പോരാളികളുടെ പോരാളി, പോരാളികളുടെ പോരാളിക്ക്, പോരാളികളുടെ പോരാളിക്ക് ആയിരം ആയിരം അഭിവാദ്യങ്ങൾ, ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. പുഷ്പേട്ടനെ കാണാൻ വരുമ്പോൾ പുഷ്പേട്ടൻ്റെ അരികിൽ സഖാവ് ബിനീഷും AM ഷംസീറും സംസാരിച്ചിരിക്കുന്നുണ്ട്. അന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ കുറച്ച് സംസാരിച്ചു. പക്ഷെ ഒരു ജീവിതം എഴുതുന്ന കാര്യങ്ങളൊന്നും പുഷ്പേട്ടനോട് ഞാൻ പറഞ്ഞില്ല. ദേശാഭിമാനിക്ക് വേണ്ടി സ്റ്റോറി തയ്യാറാക്കുന്നുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ പിന്നീടും 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, ഇങ്ങനൊരു ജീവിതരേഖയായിട്ട് ഇത് അടയാളപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ആ സമയം പുഷ്പേട്ടൻ ആദ്യം എന്നോട് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സഖാവ് ജയേഷുമായിട്ടൊന്ന് സംസാരിക്കുക എന്നാണ്. ജയേഷിനെ എനിക്ക് നേരിൽ പരിചയമില്ല. അപ്പം അതേസമയം പുഷ്പേട്ടൻ പറഞ്ഞു തന്ന അറിവുകൾ വെച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ വാങ്ങി അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ച് അവിടെ നിന്ന് തുടങ്ങിയതൊരു എഴുത്താണ്. ഒരു ജീവിതം എഴുത്ത് അത്ര കണ്ട് എളുപ്പമുള്ള കാര്യമല്ല. ഇത് ഞാൻ ഇവിടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. കാരണം ഇന്ന് ഞാനിവിടെ എത്തിയപ്പം പലരും ചോദിച്ചത് ആ പുസ്തകം എന്തായി എന്നുള്ളതാണ്. 2 വർഷം കോവിഡ് ആയിട്ട് ബന്ധപ്പെട്ട് ആ കാലം അങ്ങനെ കടന്നുപോയി. ആ കാലം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് സമയം, ഒരു 3-4 ആഴ്ചയൊക്കെ പുഷ്പേട്ടനെ നിരന്തരം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ പുഷ്പേട്ടനെ അറിയുന്നവർക്ക് കൃത്യമായിട്ടറിയാം, അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം എത്രത്തോളം മറുപടി പറയുന്നത്. പുഷ്പേട്ടനെ കുറിച്ച് പറയില്ല, വളരെ കുറവാണ്. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 100 ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 ചോദ്യത്തിനൊക്കെ മറുപടി കിട്ടുള്ളൂ. പക്ഷെ പുഷ്പേട്ടനൊന്നുമല്ല എന്നുള്ള രീതിയിൽ പുഷ്പേട്ടൻ അങ്ങനെ ഒഴുകിയാണ്. മറ്റുള്ളവരോട് ചോദിക്കാം, ഇവരോട് സംസാരിച്ചാൽ മതി എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഒഴിയുന്നൊരു ഇതാണ്, രീതിയാണ് ഞാൻ മനസ്സിലാക്കിയത്. എത്രയോ ജീവിതങ്ങൾ ഈ ഒരു 10-30 വർഷത്തിനുള്ളിൽ എഴുതാൻ കഴിയും. വളരെ വലിയ ആൾക്കാരുടെ ജീവിതങ്ങൾ, വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം, ഭൂരിപക്ഷവും ദേശാഭിമാനിക്ക് വേണ്ടി തന്നെയായിരുന്നു ആയത്. പക്ഷേ പുഷ്പേട്ടൻ്റെ ജീവിതം എഴുതുന്ന സമയത്ത് എന്നെ തുറന്നു പറയാം, ഇത്രയും കാലത്തെ എഴുത്ത് ജീവിതത്തിൽ ഇത്രത്തോളം എന്നെ അമ്പരപ്പിച്ച, ഇത്രത്തോളം വേദനിപ്പിച്ച മറ്റൊരു ജീവിതം എഴുത്ത് ഉണ്ടായിട്ടില്ല. തുറന്നു പറയാം. കാരണം ഞങ്ങൾ സംസാരിച്ചത് മിക്കവാറും രാത്രികളിലായിരുന്നു. രാത്രികളിലാണ് പുഷ്പേട്ടനുമായിട്ട് ഞാൻ കൂടുതലും സംസാരിച്ചത്. പുഷ്പേട്ടന് ഉറക്കം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉറക്ക് വളരെ കുറവായിരുന്നു എന്നാണ് എനിക്കൊക്കെ ആ കാലത്ത് തോന്നിയത്. കാരണം ഒരു 20-30 മിനിറ്റ് ഒന്ന് മയങ്ങി കഴിയുമ്പോൾ ഉറക്കം കിട്ടും. പിന്നീടും സംസാരിക്കും. പുഷ്പേട്ടൻ്റെ ആ സ്ഥലത്ത് തന്നെ പുഷ്പേട്ടൻ കിടക്കുന്നതിനരികെ തന്നെ ഞാൻ ഇരിക്കാറുണ്ടായി. പക്ഷെ ആ എഴുത്ത് എന്തുകൊണ്ട് അങ്ങനെ എത്രത്തോളം ഒരു കാലം വേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, ഇത് പുഷ്പേട്ടൻ്റെ ജീവിതം മാത്രമല്ല. ഒരു സ്ഥലത്തും 24 വർഷം വരെ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനെ പോലെ ഈ ഭൂമിയിലൂടെ നടന്നിരുന്ന പുതുക്കുടിയിൽ പുഷ്പൻ എന്ന മനുഷ്യന്റെ ജീവിതം എത്രത്തോളം കേരളത്തിന് അറിയാമെന്ന്
ആ പുസ്തകം വരുമ്പോൾ മനസ്സിലാവും എത്രത്തോളം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 24-ാം വയസ്സിൽ കൂത്തുപറമ്പിൽ വെടിയേറ്റ ശേഷമുള്ള ഒരുപക്ഷെ 30 വർഷക്കാലത്തെ ജീവിതത്തെക്കുറിച്ച് കേരളം ഒരുപാട് തവണ കേട്ടതാണ്, അറിഞ്ഞതാണ്, അനുഭവിച്ചതാണ്. പക്ഷേ 24 വയസ്സ് വരെയുള്ള പുഷ്പന്റെ ജീവിതം എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് അടിവരയിട്ട് പറയാൻ പറ്റും. ആ ഒരു കാലം ഒരുപക്ഷെ മേനപ്പത്തിന്റെ രാഷ്ട്രീയത്തിന്റെ, മേനപ്പം എന്ന ദേശത്തിന്റെ രാഷ്ട്രീയം, മേനപ്പത്തിന്റെ സാംസ്കാരിക രംഗം, ഇങ്ങനെയൊക്കെ കടന്നുപോകുന്ന ബാലസംഘത്തിലൂടെ SFIയിലൂടെ ഒക്കെ കടന്നുപോയ പുഷ്പന്റെ ഒരു ജീവിതമുണ്ട്. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. പുഷ്പേട്ടന് ഏറ്റവും ഇഷ്ടം ഉത്സവങ്ങൾ, സിനിമ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, നാടകത്തോട് വലിയ ഇഷ്ടമായിരുന്നു പുഷ്പേട്ടൻ. ആ കാലത്തൊക്കെ മിക്കവാറും ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവങ്ങൾക്ക് ഒക്കെ നാടകങ്ങളും കഥാപ്രസംഗങ്ങളൊക്കെ പുഷ്പേട്ടൻ കണ്ടൊരു കാലമുണ്ട്. ആ അനുഭവങ്ങൾ അപ്പം ഞാൻ അത്ഭുതപ്പെട്ടു പോയതെന്ന് വെച്ചാൽ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ആ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു അപകടം ഉണ്ടായത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ ട്രെയിന് കയറി കുറേ പേര് മരണപ്പെട്ടു. ആ ഉത്സവത്തിന് പുഷ്പേട്ടൻ പോയിരുന്നു. പുഷ്പേട്ടൻ ഏറ്റവും ഒടുവിൽ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയത് ആ ഉത്സവത്തിന് പോയി. പിന്നീട് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പുഷ്പേട്ടൻ പോയിട്ടില്ല എന്നുള്ളത് പുഷ്പേട്ടന്റെ വാക്കുകളിലൂടെ തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ ഈ പ്രദേശത്ത് പുഷ്പേട്ടന്റെ ജീവിതം എഴുതാൻ വേണ്ടിയിട്ട് ഈ സദസ്സിലിരിക്കുന്ന ഇപ്പൊ തൊട്ടടുത്തിരിക്കുന്ന മാഷ് വരെ കൃത്യമായിട്ട് മാഷോട് 2 തവണ ഞാൻ മാഷോട് പറയും. പക്ഷെ മണിക്കൂറുകളോളം അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. മണിക്കൂറുകളോളം ഈ പ്രദേശത്തിന്റെ രാഷ്ട്രീയം, ആ കാലത്തിന്റെ രാഷ്ട്രീയം, ആ കാലത്തിന്റെ സാംസ്കാരിക രംഗം, പുഷ്പൻ വളർന്നു വന്ന സാഹചര്യം, അങ്ങനെ ഒരുപാട് പേര് പുഷ്പന്റെ ആത്മമിത്രങ്ങളായ TM ബാബു, PV ബാബു, ജയേഷ്, അങ്ങനെ എത്ര നിഷാനന്ദ മാഷ്, അങ്ങനെ തുടങ്ങി ഒരുപാട് പേര്, നെഹ്റൂഫ്, എത്രയോ ആളുകൾ സംസാരിച്ച് അവരുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പുസ്തകത്തിന് കൃത്യമായിട്ടൊരു ഫ്രെയിം രൂപപ്പെടുത്താൻ പറ്റുക. ഇതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ എനിക്ക് ഒരു അപകടം സംഭവിക്കുകയും ചെയ്തു. ഒരു യാത്രക്കിടയിൽ പുഷ്പന്റെ പുസ്തകത്തിന്റെ പ്രിന്റ് എടുത്ത് വരുന്ന സമയത്താണ് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. 9 മാസം ഞാൻ കിടപ്പിലായി. ആ 9 മാസത്തിലും ആ മനുഷ്യൻ എന്നെ എത്രമാത്രം, നേരത്തെ സഖാവ് ആദ്യമൊക്കെ സൂചിപ്പിച്ചു, നമ്മളെന്ത് വിഷമമായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാലും നമ്മൾക്ക് വളരെ പോസിറ്റീവ് ഒരു എനർജി കിട്ടും പുഷ്പന്റെ അടുത്ത് തന്നെ ഇറങ്ങിപ്പോരുമ്പോൾ. അത് നമ്മൾ ഓരോരുത്തരും പുഷ്പന്റെ അടുത്തുള്ള അനുഭവം അങ്ങനെ, പുഷ്പനുമായിട്ട് ബന്ധപ്പെട്ടവരുടെ അനുഭവങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ, കഴിഞ്ഞ വർഷം വരെ ഈ നവംബർ 25 നമ്മൾ വരുമ്പോൾ പുഷ്പേട്ടന് അറിയാം, എൻ്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ട ദിവസം കൂടിയാണ് ഈ നവംബർ 25. കൂത്തുപറമ്പ് ദിനത്തിലാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. 8 വർഷം കൊണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ വന്ന് സംസാരിക്കുന്നു, ഞാൻ ആ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചു പോവാ. പുഷ്പേട്ടൻ തന്ന നമ്മുടെ വ്യക്തിപരമായ വിഷമങ്ങളിലൊക്കെ അദ്ദേഹം തരുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ആ എനർജി മറ്റൊരു സ്ഥലത്ത് നിന്നും കിട്ടിയതായിട്ട് എൻ്റെ അനുഭവത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഭൂമുഖത്ത് 2 മരണങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് പക്ഷിത്തൂവലിന്റെ കനമുള്ള മരണങ്ങൾ. ഒരു പക്ഷിയുടെ തൂവൽ ഈ ഭൂമിയിൽ ചെന്ന് പതിക്കുന്ന ലാഘവത്തോടെ മരിച്ചു വീഴുന്ന ആളുകൾ. എന്നാൽ വേറെ ചില മരണങ്ങൾ നൂറ്റാണ്ടുകളുടെ ചരിത്രത്തെ ഒരാഴ്ചക്കുള്ളിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന മരണങ്ങൾ. ഈ ഭൂമുഖത്തെ ഇളക്കിമറിക്കുന്ന മരണങ്ങൾ. തലച്ചോറുകളിൽ പ്രക്ഷാളനങ്ങൾ സൃഷ്ടിക്കുന്ന മരണങ്ങൾ. ആ മരണങ്ങൾ, ആ മനുഷ്യർ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി പോകുന്നത് അവരുടെ ജീവിതത്തെയല്ല, ലോക നിസ്വജനതയുടെ, അടിസ്ഥാന വർഗത്തിന്റെ, അധ്വാന വർഗത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ അടയാളങ്ങളാണ്. റോഷനും ബാബുവും ശിവലാലും രാജീവനും മധുവും സഖാവ് പുഷ്പനും ഉൾപ്പെടെയുള്ളവർ നമുക്ക് മുന്നേ നടന്നുപോയത് ഈ രാഷ്ട്രീയം ലോകത്തോട് സംബന്ധിച്ചാണ്. ഭൂഗോളത്തെ ത്രസിപ്പിച്ച സമരമാണ് കൂത്തുപറമ്പിൽ അരങ്ങേറിയത്. എത്ര യുവതകൾ, എത്ര പേർ മരിച്ചു വീഴ്ച, എത്ര പേർ പിൻവാങ്ങി, എന്നാൽ ഇനിയും എത്ര പേർ പുഷ്ടി ചുരുട്ടാനുണ്ട് എന്ന കവിവാക്യം പോലെ
ഒട്ടനവധി മനുഷ്യർ, ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യർ മുഷ്ടി ചുരുട്ടാനുള്ള ധൈര്യമാണ് കൂത്തുപറമ്പ് നൽകിയത് എന്ന് അടയാളപ്പെടുത്താൻ കഴിയും. തീർച്ചയായും 1000 തലമുറക്ക് ആ മുഷ്ടി വീണ്ടും ഉയർന്ന അതിന്റെ രാഷ്ട്രീയം തെളിമയോടെ ഉയർത്തിപ്പിടിക്കാൻ ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജിന്റെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയായി പിണറായിയിലെ പാറപ്പുറത്തെ ഒരു സാധാരണ തൊഴിലാളിയുടെ മകൻ അവിടെ 3ാം വർഷ വിദ്യാർത്ഥിയായി പഠിക്കുന്നുണ്ട് എന്ന അടയാളപ്പെടുത്തൽ ഉണ്ടാക്കാൻ കൂത്തുപറമ്പ് സമരത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെയാണ് ആ സമരം വിജയിച്ചോ ഇല്ലയോ എന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും അവസാനം കേരളത്തിന്റെ നിയമസഭയിൽ ആവർത്തിച്ച് കൂത്തുപറമ്പ് സമരത്തെ പരിഹസിക്കാൻ വാക്കുതീർത്ത വ്യാജന്മാരായിട്ടുള്ള അഭിഭാഷകരുടെ രാഷ്ട്രീയം നമുക്ക് തുറന്നു കാണിക്കാൻ കഴിയുന്നത്. തീർച്ചയായും കൂത്തുപറമ്പ് സമരത്തിന്റെ ബാക്കി പത്രം എന്തെന്ന് ചോദിച്ചാൽ ഈ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവിയും ഇന്നത്തെ ജീവിതവുമാണ് എന്ന് പറയാതെ പോകാൻ കഴിയില്ല. ആ ജീവിതത്തെ പട്ടുപോയ സ്വപ്നങ്ങൾ പോലെ നേർത്തെടുക്കാൻ കഴിയുന്ന, തുന്നിച്ചേർക്കാൻ കഴിയുന്ന ആ സമരങ്ങൾക്ക് കൂടുതൽ ഇന്ധനം പകരാൻ, കൂടുതൽ തെളിമ പകരാൻ ഇനിയുള്ള കാലത്ത് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കൂടുതൽ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടിക്ക് ഇവിടുത്തെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും പൊതുപ്രസ്ഥാനത്തിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് രക്തസാക്ഷികളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ 1000 രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ. മുഖത്ത് നോക്കി നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. സംസാരിച്ച എല്ലാവർക്കും സമാനമായിട്ടുള്ള അനുഭവങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് എന്ന് മാത്രമാണ് മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കുന്നത്. പുഷ്പേട്ടനെ ആദ്യമായി കേൾക്കുന്നത് കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷമാണ്. കൂത്തുപറമ്പ് രക്തസാക്ഷികളിലെ മധുവേട്ടനെയാണ് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന ആള്. ബാലസംഘത്തിൻ്റെ പ്രവർത്തനം നിൽക്കുമ്പോൾ മധുവേട്ടനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ശേഷം പുഷ്പൻ എന്ന് പറയുന്ന പുതുക്കുടിയിലുള്ള സഖാവിന് കൂടി വെടിയേറ്റിട്ടുണ്ട് എന്ന് അറിയുന്നത് അച്ഛനിൽ നിന്നാണ്. അപ്പോൾ 96 നായനാർ മന്ത്രിസഭ ഉള്ള സമയത്ത് മമ്മു മാസ്റ്റർ രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പ് നായനാർ തലശ്ശേരിയിൽ മത്സരിക്കാൻ വരുന്നു. ആ മത്സരിക്കാൻ വന്ന സമയത്ത് നായനാർ സഖാവ് പുഷ്പേട്ടനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അന്ന് അച്ഛൻ്റെ കൂടെ വരുമ്പോഴാണ് ആദ്യമായിട്ട് പുഷ്പേട്ടനെ കാണുന്നത്. അപ്പം അന്ന് തൊട്ട് ഒരു സംസാരിക്കുമ്പോൾ അപ്പോൾ അന്നൊന്നും അടുത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ 2001 തൊട്ട് സമരസംഘടനാ പ്രവർത്തനത്തിൽ കൂടുതൽ സജീവമായതിനു ശേഷം നിരന്തരമായ ഒരു ബന്ധം 2001 തൊട്ട് പുഷ്പേട്ടനുമായിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അതൊരു വ്യത്യസ്തമായ രീതിയിലായിരുന്നു എന്നുള്ളതാണ്. ഓരോ ഘട്ടത്തിലും പുഷ്പേട്ടൻ്റെ കാര്യങ്ങൾ അറിയുക അല്ലെങ്കിൽ പുഷ്പേട്ടൻ്റെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ ഓരോ കാലങ്ങളിലും കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം വന്നെത്തുമ്പോൾ അത് ഒരു ഊർജ്ജമായി മാറുന്നത് എങ്ങനെയാണ് എന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തന്നാണ് പുഷ്പേട്ടൻ. ചരിത്ര വർത്തമാനത്തോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുക എന്നുള്ളത് അപൂർവതകളിൽ അപൂർവതയാണ്. ചരിത്രം നമ്മുടെ വർത്തമാനത്തോടൊപ്പം സഞ്ചരിച്ചതാണ് സഖാ പുഷ്പേട്ടൻ. വർത്തമാന കാലഘട്ടത്തിൽ പുതിയ കാലഘട്ടത്തിലെ ആളുകൾക്ക് പോലും എന്തായിരുന്നു കൂത്തുപറമ്പ് സമരമെന്ന് കൃത്യതയോടുകൂടി മനസ്സിലാക്കി തരുവാൻ വേണ്ടി അല്ലെങ്കിൽ അതുകൊണ്ട് കൂടുതൽ ചർച്ചയോടുകൂടി നിലനിർത്തുവാൻ വേണ്ടിയുള്ള ഒരു ജീവിതം കൂടിയായിരുന്നു പുഷ്പേട്ടൻ. പുഷ്പേട്ടൻ ഒരു ചരിത്രം മാത്രമായിരുന്നു, വർത്തമാനത്തോടൊപ്പം സഞ്ചരിച്ചിരുന്ന വർത്തമാനത്തോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരാൾ കൂടിയായിരുന്നു. അപ്പോൾ ആദിനേച്ചിയും സീനേച്ചിയും എല്ലാവരും പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. എല്ലാ കാര്യത്തെക്കുറിച്ചിട്ടും പുഷ്പേട്ടൻ അന്വേഷിച്ചു. ആ റൂമിലിരുന്നു കൊണ്ട് വർത്തമാന കാലഘട്ടത്തിലുള്ള എല്ലാ പൊളിറ്റിക്സിനെ, എല്ലാ രാഷ്ട്രീയത്തെക്കുറിച്ചും ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും വളരെ കൃത്യതയോടുകൂടി അല്ലെങ്കിൽ ചോദിച്ചറിയുവാനും മനസ്സിലാക്കുവാനും വേണ്ടി പുഷ്പേട്ടന് സാധിച്ചിട്ടുണ്ട്. പുഷ്പേട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പല ഘട്ടങ്ങളിലുള്ള സംഭവത്തിൽ അച്ഛൻ ഈ പല ഹോസ്പിറ്റലുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, അപ്പോൾ അതിൻ്റെ അമ്മയുടെ ഒരു നട്ടലിനൊരു ഓപ്പറേഷനുമായിട്ട് കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഓപ്പറേഷൻ നടത്തുകയാണിട്ടുണ്ട്. അന്ന് ഷംസീറിനോട് ചോദിച്ചിട്ട് പുഷ്പേട്ടൻ്റെ ഈ മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം ചോദിച്ചു. അവിടെ അത് ഏഷ്യയിലെ തന്നെ നട്ടലിൻ്റെ സർജറിക്ക് പേര് കേട്ടൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അന്ന് പുഷ്പേട്ടൻ ഇതൊക്കെ എടുത്തുകൊണ്ട് ഷംസീറിനടുത്ത് കോയമ്പത്തൂർ വരികയാണ് ആ ഡോക്ടറെ അടുത്ത് കൊടുക്കുവാനും സംസാരിക്കാനും. അങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും അച്ഛന് പുഷ്പേട്ടനോടുള്ള ഒരു വൈകാരികത അല്ലെങ്കിൽ പുഷ്പേട്ടനോടുള്ള ഒരു ബന്ധം
ആ ബന്ധം എന്നിലേക്കും വളർന്നു എന്ന് പറയുന്നതായിരിക്കും ഒരു തരത്തിൽ ശരിയാവുക. എന്ന് പറഞ്ഞാൽ അച്ഛൻ എപ്പോഴും വിഷുവിനൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത് എല്ലാ വിഷുവിനും അച്ഛൻ വൈകുന്നേരം, ആ വിഷുവിൻ്റെ ദിവസം വൈകുന്നേരം പുഷ്പേട്ടനെ കാണും. അങ്ങനെ ഒരു 5 or 10 തവണ ഞാൻ ആ വിഷു സമയത്ത് അച്ഛനോടൊപ്പം തന്നെ വന്നിട്ടുണ്ട്, ഞാൻ ഷംസീറും അച്ഛനൊക്കെ. അപ്പം അതിലേറ്റവും 1 or 2 സമയത്ത് മാത്രമേ പുഷ്പേട്ടൻ്റെ ഒരു കണ്ണ് നീരുന്ന കണ്ടിട്ടുള്ളൂ. അതൊരു സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ് ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് അച്ഛൻ വിഷു ദിവസം വന്ന് അച്ഛൻ ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു വിഷു കൈനീട്ടം കൊടുക്കാൻ വേണ്ടി എൻ്റെ പുഷ്പനെ ഞാനൊന്നും കൊടുത്തില്ലല്ലോ, വിഷു കൈനീട്ടം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ആ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ ഉള്ളൊരു രംഗം അത് വളരെ വൈകാരികതയായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അച്ഛൻ എത്രത്തോളമാണ് പുഷ്പേട്ടനെ ചേർത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്, അച്ഛൻ എന്തുമാത്രമാണ് പുഷ്പേട്ടൻ്റെ ജീവിതം മനസ്സിലാക്കിയിട്ടുള്ളത് എന്നൊക്കെ ആ വരവിലൂടെ അല്ലെങ്കിൽ അടുത്തറിയുന്ന സമയങ്ങളാണ് എന്നിലും അത് പകർന്നു നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാനുള്ളത്. പിന്നീട് സംഭവിച്ചുള്ളത്, ഞാൻ ജയിലിലായിരുന്ന സമയത്ത് ആഴ്ചയിൽ 1 or 2 പ്രാവശ്യമാണ് ജയിലിൽ നിന്നൊക്കെ വിളിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അന്ന് ആ പ്രത്യേകിച്ച് ബാംഗ്ലൂർ ജയിലിലേക്ക് കിടക്കാൻ ഇവിടുത്തെ ജയിലിൻ്റെ അന്തരീക്ഷവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ വളരെ തീർത്തും അതൊക്കെ പറഞ്ഞ് അതൊരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ആദ്യഘട്ടത്തിൽ ഞാൻ അച്ഛനെ വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സംസാരത്തിൽ നിന്നും ഒരു വളർച്ച മനസ്സിലാക്കിയിട്ടാവണം അച്ഛൻ എന്നോട് തിരിച്ചു പറഞ്ഞൊരു കാര്യം, എടാ നിനക്ക് പുഷ്പനുമായിട്ടൊക്കെ എന്തുമാത്രം ബന്ധമുള്ളതാണ്, നീ പുഷ്പൻ്റെ ഒരു ജീവിതം കാണുന്നു, പുഷ്പൻ്റെ ജീവിതം നിനക്ക് നീ ഇത്രയും ഒരു ബന്ധം ഉണ്ടായിട്ടും പുഷ്പൻ്റെ ജീവിതത്തിൻ്റെയൊക്കെ ആലോചിച്ച് വേണ്ടി നീ മുന്നേറാൻ വേണ്ടിയിട്ട്. അത് പറഞ്ഞതിന് ശേഷം എനിക്ക് സ്വാഭാവികമായിട്ടും വന്നിട്ടൊരു പരിണാമം എന്ന് പറയുന്നത്, എന്തിനേയും നേരിടുവാൻ വേണ്ടി നമുക്ക് സ്വയം നമ്മൾ നേരിടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയാണത്തിൽ നാം സഞ്ചരിക്കണം. നാം ഒറ്റപ്പെട്ടു പോയേക്കാം, നമ്മൾ ആരും കൂടെയില്ലാതെ വന്നേക്കാം. പക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ഏത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് അല്ലെങ്കിൽ ഊർജം എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ, എൻ്റെ ജീവിതത്തിൽ അത് പുഷ്പേട്ടനും കൂടിയായിരുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയും, എന്താണ് നമുക്ക് മുന്നോട്ട് പുഷ്പേട്ടൻ്റെ സ്മരണകൾ, ഓരോ കാലഘട്ടത്തിലും നിലനിന്ന് പോകുന്ന സ്മരണകൾ നിലനിർത്തുവാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യുവാൻ പറ്റുന്നത്. അതിൽ ഒരു നിർദ്ദേശമായിട്ട് പറയാനുള്ള ഒരു കാര്യം ഇവിടെയുള്ള സഖാക്കളെടുത്ത് പറയാനുള്ളത്, വളരെ കഷ്ടത അനുഭവിക്കുന്ന രോഗാലസ്യമായി നിൽക്കുന്ന ഒരു വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു ചികിത്സയുടെ ഭാഗം ഡയാലിസിസ് പേഷ്യൻസ് ആണ്. ഇപ്പോൾ ഡയാലിസിസ് നടത്തുന്ന പേഷ്യൻസിന് ഒരു ഡയാലിസിസ് സെന്റർ, ഇപ്പോൾ അച്ഛൻ്റെ പേരിൽ അത്തരത്തിലൊരു ഡയാലിസിസ് സെന്റർ ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു തീരുമാനം ഇപ്പം എനിക്ക് തോന്നുന്നു ആശ്രയവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇവിടെ നേരത്തെ ഒരു നിർദ്ദേശം ആ ദിവസങ്ങളിലൊക്കെ സംസാരിച്ച പുഷ്പേട്ടൻ്റെ മരണവുമായി ശേഷം നമ്മൾ സംസാരിച്ചപ്പോൾ നടന്നപ്പോൾ പറഞ്ഞാണ്, കോടിയേരി പുഷ്പേട്ടനുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഡയാലിസിസ് സെന്റർ ഒരു നടപ്പിൽ വരുത്തുവാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ അത് ഒരുപാട് രോഗികൾക്ക് വരുന്ന കാലഘട്ടത്തിലും വരുന്ന സമയങ്ങളിലൊക്കെ തന്നെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒന്നായിരിക്കും. ഇത് നമ്മൾ ഇപ്പം ആലോചിച്ച നടന്നു, ഒരുപാട് കാലം വൈകിപ്പിക്കാതെ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിന്നാൽ ആ ബന്ധപ്പെടുന്ന ഏത് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുവാൻ പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുവാനും എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളിലേക്കും ബന്ധപ്പെട്ട് നിർത്തി ആ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കുവാൻ പറ്റണം. ഇതൊരു നിർദ്ദേശം മാത്രമാണ്, അത് നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ആ കാലഘട്ടം ഇപ്പം ഈ ഒരു സ്മരണകൾ നിലനിന്നുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യമായി ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിന് പെട്ടെന്ന് ഒരു സ്വീകാര്യത കിട്ടും, കൂടുതൽ ഊർജ്ജമായും കിട്ടും. കൂടുതൽ താമസിക്കുന്നതോറും ഏത് കാര്യത്തിലും ഒരു സ്ലോ എപ്പോഴും സംഭവിക്കുന്നതാണ്. അത്തരത്തിലുള്ള സ്ലോ ഇല്ലാതെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയാൽ അത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പോഴുള്ളത്. അതുകൂടി ഒരു നിർദ്ദേശമായി പരിഗണിക്കണം. കുത്തുപറമ്പ് രക്തസാക്ഷികളുടെ സ്മരണകൾ തുറന്നു നിൽക്കുകയും പ്രത്യേകിച്ച് പുഷ്പേട്ടൻ്റെ സ്മരണകൾ, പുഷ്പേട്ടനെ നേരിട്ട് അറിയാവുന്ന ആളുകൾ, പുഷ്പേട്ടൻ്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ള ആളുകൾ ഇവിടെ ഒത്തുചേരുമ്പോൾ ഒരുപാട് വൈകാരികതയുള്ള മുഹൂർത്തങ്ങൾ എല്ലാവർക്കും പറയാനുണ്ടാവും. ഒരുപാട് ജീവിതവും അതുമായി തട്ടിച്ചേർന്ന് പറയാനുണ്ടാവും. ആ ജീവിതവുമായി തട്ടിച്ച് ചേർത്ത് നിൽക്കുമ്പോൾ പുഷ്പേട്ടൻ്റെ ജീവിതത്തിൽ ആ ജീവിതവുമായി ചേർന്ന് നിൽക്കുവാൻ വേണ്ടി സാധിച്ചല്ലോ എൻ്റെ ജീവിതത്തിൽ എന്നുള്ളൊരു കൃതാർത്ഥതയോടുകൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. രക്തസാക്ഷികൾ അമരന്മാർ, അമരന്മാർ അവർ ധീരന്മാർ, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, കിടന്നുകൊണ്ട് സഖാവത് കൃത്യത പാലിക്കുമായിരുന്നു. വീഡിയോ കോൾ
ഏച്ചിയെടുത്ത് പറഞ്ഞിട്ട് വീഡിയോ കോൾ വിളിക്കും, ഞാനും അങ്ങോട്ട് വീഡിയോ കോൾ വിളിക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു ബന്ധം വളർന്നു വന്നു. അതിലേറെ ഞാൻ കേരള ബാങ്കിൽ ജോലി ചെയ്യുന്നൊരു ജീവനക്കാരിയാണ്. അപ്പം എനിക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെയാണ് ബാങ്കിലേക്ക് ജോലി ലഭിച്ചത്. അവിടെ ഫാഷൻ കമ്മിറ്റിയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പാർട്ടിയുടെ പ്രാദേശികമായിട്ടൊരു കുലബന്ധം എനിക്കില്ല. അപ്പം ഞാൻ എപ്പോഴും പുഷ്പേട്ടൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള നമ്മുടെ ബാങ്കിങ് രംഗത്തുള്ള കാര്യങ്ങൾ, അപ്പം നമ്മൾ ആ ബാങ്കിനകത്ത് ഉള്ള ആ പാർട്ടി പ്രവർത്തനം എങ്ങനെയാണ്, ജീവനക്കാരുടെ കാര്യങ്ങൾ മാത്രം വിലയിരുത്തി പോകുന്ന ഒരു രീതി, അതൊരു സംഘടനാ രീതിയല്ലെന്നും പ്രാദേശികമായിട്ട് എൻ്റെ സ്ഥലത്ത് എനിക്ക് അറിയാവുന്നതിനേക്കാളേറെ ആ സ്ഥലത്ത് നിന്നുള്ള BJPയുടെ വളർച്ചയും RSSന്റെ മുന്നേറ്റവും സദാവ് ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് TV ചാനലുകളുടെ വാർത്തകളും മറ്റും ഇവിടെയുള്ള പ്രദേശത്തുള്ള സഖാക്കളുടെ വർത്തമാനത്തിൽ നിന്നും മനസ്സിലാക്കി എന്നെ പഠിപ്പിക്കുമായിരുന്നു. അപ്പം അത് പാടില്ല, അവിടെ ആ മെമ്പർഷിപ്പ് കട്ട് ചെയ്ത് പ്രാദേശികമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കണം. നമ്മളെപ്പോലെ ഊർജ്ജസ്വലരായ സഖാക്കൾ ഫാഷൻ കമ്മിറ്റിയിലേക്ക് പോയി നമ്മുടെ പാർട്ടി നമ്മുടെ പാർട്ടിയുടെ അവിടെയുള്ള വളർച്ച മുരടിപ്പിക്കരുതെന്നുള്ള ആശയം ആദ്യമായിട്ട് എനിക്ക് കൈമാറി തന്നത് സഖാവ് പുഷ്പനാണ്. സഖാവിൻ്റെ ആ ഒരു നിർദ്ദേശം ഞാൻ അനുസരിച്ചുകൊണ്ട് പ്രാദേശികമായി തന്നെ എൻ്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രാദേശികമായിട്ട് ഞാൻ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി വന്നൊരു സഖാവാണ്. സഖാവിനെ കുറിച്ച് ഇവിടെയുള്ള സഖാക്കൾക്ക് അറിയാം. സഖാവ് DYFന്റെ ഒരു പ്രവർത്തകൻ എന്നതിലുപരി മറ്റൊരു സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുകയോ അത് നേടിയെടുക്കാനുള്ള ഒരു പ്രവണത കാട്ടിയിരുന്ന ഒരു സഖാവല്ല. പക്ഷേ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ വിലയിരുത്തി മുന്നോട്ട് പോയപ്പോൾ എൻ്റെ പ്രദേശത്തുള്ള സഖാക്കൾ എനിക്ക് തന്ന ഒരു ബഹുമതി, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് എന്നിലേക്ക് ഏൽപ്പിച്ച ഒരു സംഘടന നിർദ്ദേശിച്ച് തന്ന ഒരു പദവിയാണ് ബ്രാഞ്ച് സെക്രട്ടറി. ഇപ്പം കഴിഞ്ഞ 2 പ്രാവശ്യം കൊണ്ട് ഞാൻ ആ പ്രദേശത്ത് ബ്രാഞ്ച് സെക്രട്ടറിയാണ്. കഴിഞ്ഞ പ്രാവശ്യവും സഖാവിൻ്റെ വീട് താക്കോൽദാനം, ഇവിടെ വീട് കൂടൽ ചടങ്ങെന്നാണ് പറയുന്നത്, ഞങ്ങളവിടെ പാല് കാച്ചി അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം പലപ്പോഴും സഖാവ് എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും ഇവിടുത്തെ ശൈലി എനിക്ക് മനസ്സിലാവാറില്ലായിരുന്നു. ആദ്യ ഘട്ടങ്ങളിൽ ഞാൻ എല്ലാം മൂളി കേൾക്കും എന്നൊക്കെ പറയും. അപ്പം സഖാവിനെ മനസ്സിലായി ഇവിടുത്തെ ശൈലി എനിക്ക് മനസ്സിലാവില്ല. അപ്പം ആ തിരുവനന്തപുരത്തെ സ്റ്റൈലിൽ തന്നെ സഖാവ് പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. അപ്പം വീട് കൂടൽ ചടങ്ങിന് വന്നപ്പോൾ പോലും അന്ന് എൻ്റെ ജന്മനാളായിരുന്നു. അപ്പോൾ സഖാവിന് ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് പായസമൊക്കെ വാങ്ങി കൊടുത്തിട്ട് പോയി. ഇപ്പം 2 ദിവസത്തിന് മുന്നേ എൻ്റെ ജന്മദിനത്തിന് ഞാൻ വീട്ടിലിരുന്ന് എല്ലാവരോടും പറയുകയുണ്ടായി, ഈ പ്രാവശ്യം എൻ്റെ സഖാവില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിന് സഖാവ് 5 സഖാക്കളുടെ വീടും സന്ദർശിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ മിനീഷ് സഖാവിനൊക്കെ അറിയാം. ഞാൻ ഒരുപക്ഷെ സഖാവിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് ഓരോ സഖാക്കളുടെ വീടും തേടി പിടിച്ച് കഴിഞ്ഞ ഏറെ വർഷകാലങ്ങളായിട്ട് അവരുടെ സ്മൃതി മണ്ഡപത്തിൽ വന്നു പോകുന്ന സഖാവാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ആതിര സഖാവ് പറഞ്ഞതുപോലെ ഈ പ്രാവശ്യത്തെ യുവതാര കയ്യിലെടുത്തപ്പോൾ ഉണ്ടായ വിഷമം എന്ന് പറയുന്നത് സഹിക്കാൻ കഴിയാത്ത ഒന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം വരെ 5 സഖാക്കളെ മാത്രം സ്മൃതി മണ്ഡപത്തിൽ പോയ എനിക്ക് ഈ പ്രാവശ്യം സഖാവ് പുഷ്പേട്ടൻ്റെ സ്മൃതി മണ്ഡപത്തിൽ വന്നു നിന്നും നിങ്ങൾക്കൊപ്പം 2 വാക്ക് സംസാരിക്കാൻ ഇങ്ങനെ പറ്റുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. കാരണം ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോഴും സഖാവ് തലേ ദിവസം വിളിച്ചിട്ട് പറയും, ഞാൻ നാളെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അപ്പം എല്ലാം ഒരു കോമഡി രീതിയിലാണ് പറയുന്നത്. വാട്ടർ സർവീസിന് പോകുന്നുണ്ട്, ഓയിൽ ചേഞ്ചിന് പോകുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഒരു ശൈലിയിലാണ്. അതായത് ഒന്നുമില്ല, എനിക്കൊന്നുമില്ല എന്നുള്ള ഒരു രീതിയിലൊരു സംസാരമായിരുന്നു സഖാവിൻ്റേത്. ഞാൻ പെട്ടെന്ന് വരും എന്ന്. പക്ഷേ ഇപ്പം കഴിഞ്ഞ ഓഗസ്റ്റ് 2-ന് സഖാവ് ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഒരു വാക്ക് പറയുകയോ അല്ലെങ്കിൽ തന്നെ സാധാരണ രീതിയിൽ ഹോസ്പിറ്റലിൽ കോഴിക്കോട് പോകുമ്പോഴും തലശ്ശേരി ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഒട്ടനവധി പ്രാവശ്യം ഇങ്ങോട്ട് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സഖാവിനെ ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് കാണാറുമുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം മാത്രം സഖാവിനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പ്രകാശേട്ടൻ പല പ്രാവശ്യം വിളിച്ച് പറഞ്ഞു വന്ന് കാണുന്നെങ്കിൽ കാണും. അപ്പോൾ എൻ്റെ പ്രദേശത്തുള്ള സഖാക്കൾ പറഞ്ഞത്, കണ്ണ് തുറന്നിരുന്നപ്പോൾ പല പ്രാവശ്യവും സഖാവിൻ്റെ വീട്ടിൽ പോയ ആളല്ലേ, ഇപ്പം കണ്ണടഞ്ഞു, സഖാവ് ഒന്നും മിണ്ടുന്നില്ല. ആ സമയത്തുള്ള എൻ്റെ വിഷമം കണ്ടിട്ടായിരിക്കും ആ സഖാക്കൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ തൽക്കാലം സഖാവ് പോകാൻ നിൽക്കണ്ടാവും. പക്ഷെ ഒരിക്കലും സഖാവ് തിരിച്ചു വരില്ല എന്നൊരു ചിന്താഗതി എനിക്കില്ലായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്കാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞത്, സഖാവ് നമ്മളെ വിട്ടു പോയത്. പക്ഷെ ഇപ്പോഴും സഖാവ് പോയിട്ടില്ല എന്നുള്ള ഒരു രീതി തന്നെയാണ്. ഇന്ന് സഖാവിൻ്റെ
സഖാവ് വിട പറഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് സഖാവിൻ്റെ വീട്ടിൽ ഞാൻ ഇന്ന് എത്തിയത്. അപ്പോൾ സഖാവിൻ്റെ ആ മുറിയിലേക്ക് പോയിട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പല പ്രാവശ്യം വന്ന് പ്രകാശേട്ടൻ ഇവിടെ ഇരിക്കാതെ ഫ്രണ്ടിലേക്ക് വരും ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞിട്ടും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു മാനസിക വിഷമത്തിലായിരുന്നു ഞാൻ. എല്ലാ സഖാക്കൾക്കും അങ്ങനെ ആയിരിക്കും, എനിക്ക് മാത്രമായിരിക്കില്ല, കുടുംബാംഗങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്ന സഖാക്കൾക്കും എല്ലാവർക്കും അങ്ങനെ ആയിരിക്കാം. എന്നേക്കാൾ ഉപരി വേദനയായിരിക്കാം. പക്ഷേ ഇത്ര ദൂരത്തിൽ നിന്നും ഞാൻ ഇത്ര വേദനിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള സഖാക്കൾക്ക് എന്തുമാത്രം വേദനയായിരിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാവുന്ന കാര്യം തന്നെയാണ്. വേദന മനസ്സിൽ നിറയുമ്പോഴും നഷ്ടം നോക്കി വിതുമ്പുന്നില്ല കർമ്മപദങ്ങളിൽ ആവേശത്താൽ സഖാക്കളെ നാം മുന്നോട്ട്. അഭിവാദ്യങ്ങൾ ആയിരം അഭിവാദ്യങ്ങൾ. ഇൻകുലാബ് സിന്ദാബാദ്. സത്യം പറഞ്ഞാൽ ഞാൻ അമ്മ വഴിയാണ് ഞാൻ അറിയുന്നത്. പക്ഷെ അവസാനം വന്ന് അറിഞ്ഞു വന്നതായപ്പോ ഞാനും പുഷ്പനങ്ങളും കൂടിയായി സുഹൃത്തുക്കൾ. അതായത് എനിക്ക് അബ്ബ അറിഞ്ഞാണ് കേട്ട് പരിചയം. അത് ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെയാണ് ഇത് കുറെ കഥകളിലൂടെ എനിക്ക് കേട്ട് പരിചയമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അബ്ബയുടെ കൂടെ വന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ പരിചയം വന്നു. പിന്നെ കുറച്ചുകൂടി അടുത്തത് ഞാൻ എൻ്റെ അബ്ബ മരിച്ചതിന് ശേഷം, അതായത് 2020 ഇങ്ങനെ പുഷ്പനങ്ങൾക്കായിരുന്നു അവാർഡ് കൊടുക്കുന്നത്. അന്ന് തൊട്ട് പിന്നെ 2023 വരെ എല്ലാ വർഷവും ഞാൻ അങ്ങോട്ടേക്ക് വരാറുണ്ടായിരുന്നു. അവിടെ വന്ന് മിക്കപ്പോഴും കാണാറുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ഞാൻ അവിടെ വന്ന് എപ്പോഴും പുഷ്പനങ്ങളെ മുറിയിൽ അവിടെ നിന്ന് വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ സ്കൂളിലെ കാര്യങ്ങൾ പറഞ്ഞ് ഓരോന്നറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി എല്ലാം അങ്ങനൊരു എന്താണ് ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാത്ത പോലൊരു സംസാരമായിരുന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി, അതിനിടയ്ക്ക് അമ്മയിട്ട് കളിയാക്കി, അങ്ങനെ ഒരു നമ്മളില്ല വെക്കേഷനിൽ ഒരു അകന്ന ബന്ധുവിൻ്റെ വീട്ടിൽ പോകുന്നത്. അതായത് ദൂരെ നിൽക്കുന്ന ഒരു ആളുടെ നമ്മളെ ബന്ധുവിൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന പോലൊരു ഫീലാണ്. നമ്മളിപ്പോൾ അമ്മൂമ്മ അപ്പൂപ്പൻ്റെ ഒക്കെ വീട്ടിൽ പോയിട്ട് നമ്മൾ കസിൻസിൻ്റെ അടുത്തില്ലെങ്കിൽ അമ്മാമ്മമാരുടെ ഒക്കെ സംസാരിക്കുന്ന അതേ ഒരു ഫീലാണ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ. അത് ഇപ്പൊ ഞാൻ പുഷ്പങ്ങൾ പോയപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല. കാര്യം എനിക്ക് എക്സാം ഒക്കെ ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് വരാനും പറ്റില്ല. അത് കാരണം അതിനുശേഷം ഞാൻ ഇന്നാണ് വരുന്നത്. ഇന്ന് വന്നപ്പോൾ ആണെങ്കിൽ ഒരു വെള്ളായ്മ. പോരാളികളുടെ പോരാളിക്ക് ആയിരം അഭിവാദ്യങ്ങൾ. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഞാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്നാണ് സാബുവിൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഇന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പാലക്കാട് അദ്ദേഹത്തിന് പേഴ്സണൽ അല്ലെങ്കിൽ സ്വന്തം വിഷയത്തിന് വേണ്ടി പോയതിന്റെ കാരണത്താൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ എല്ലാ ആശംസകളും ഈ പരിപാടിക്ക് വേണ്ടി അർപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഞങ്ങളെ ചുമതലപ്പെടുത്തി. ആ മരണത്തെ അല്ലെങ്കിൽ ആ ദിനത്തെ വളരെ സങ്കടത്തോടെ ഓർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം വേദികൾ പാർട്ടിയുടെ വരുന്ന കാലത്തുള്ള വളർച്ചയ്ക്കും അതോടൊപ്പം തന്നെ പാർട്ടിയെ നമ്മുടെ പ്രദേശത്തും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ ശക്തിപ്പെടുത്താനുള്ള ഒരു പ്രചോദനമാകും ഇത്തരം കുടുംബങ്ങളെയും രക്തസാക്ഷികളെയും നമ്മുടെ കുടുംബങ്ങളെ നമ്മളോടൊപ്പം ഒന്നിച്ചേർത്തുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മഹത്തായ പരിപാടിയിൽ എനിക്ക് സംസാരിക്കാൻ അവസരം തന്ന ഇതിന്റെ സംഘാടകർക്കും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർക്കും പാർട്ടിയുടെ പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തി നിൽക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിപ്രായം.
കാലത്തിന്റെ ചരിത്രത്തിന്റെ വാഴ്വന പൊട്ടിപ്പോകുന്നില്ല, പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല, രക്തസാക്ഷി മരിക്കുന്നില്ല. ഘട്ടങ്ങളിലും കൂട്ടായ്മ സഖാവ് പുഷ്പനായിരുന്നു. അദ്ദേഹമില്ലാതെ ഒരു ശൂന്യത അന്ന് ആ മരണം കഴിഞ്ഞത് മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ആ വീട്ടിൽ വരുമ്പോൾ, ആ റൂമിൽ കയറുമ്പോൾ, ഇടക്ക് വിളിക്കുമ്പോൾ, മറ്റ് സ്ഥലത്തെല്ലാം യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കണമെന്നും അതുപോലെ തന്നെ വല്ലാതെ വഴക്ക് പറയാനും ഒരാളില്ല എന്നുള്ള തോന്നലെല്ലാം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. സഖാവിൻ്റെ ഓർമ്മ പറഞ്ഞ് തീർക്കാൻ പറ്റാത്തതാണ്. സഖാവിൻ്റെ ഉജ്ജ്വല സ്മരണ ഇതുപോലുള്ള പരിപാടികൾ എല്ലാ വർഷവും പുതിയ തലമുറയ്ക്ക് വേണ്ടി എല്ലാ വർഷവും നടത്താൻ ഇവിടെയുള്ള കമ്മിറ്റിക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി വീരസഖാവിൻ്റെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുന്നിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് ലാൽസലാം. ജീവിതം, സമരജീവിതം ഒരു പാട്ടായി അടയാളപ്പെടുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്, അതുപോലെ സങ്കടമുണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ അങ്ങനെ ജീവിതത്തിൻ്റെ വലിയൊരു കാലഘട്ടം യാതയിൽ കഴിഞ്ഞ് ജീവിക്കേണ്ടി വന്നല്ലോ എന്നാണ് ഒരു സങ്കടം. പുഷ്പനെ കുറിച്ച് 3 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ അധികമാരും കേൾക്കാത്ത ഒരു പാട്ടാണ് നിങ്ങളുടെ കവിത രൂപത്തിലാണ് അത് ചെണ്ടയുടെ താളത്തിലെ പൊടിയോടുകൂടി പാടാൻ ശ്രമിക്കുകയാണ്. സകല സൂര്യ ഈ കടും യാത്ര
കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ ഭാഗമായി സ്പൈനൽ കോഡിന് വെടിയേറ്റ് ഏതാണ്ട് 30 വർഷം ശയ്യാവലംബിയായി കിടന്നത്. ആ പുഷ്പൻ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ് വൈദ്യശാസ്ത്രം പരാജയപ്പെടുകയും പുഷ്പൻ പരാജയപ്പെടുകയും മരണം പുഷ്പന്റെ മുകളിൽ നിശ്ചയം നേടുകയും ചെയ്തത്. ഒരുപാട് തവണ മരണവും പുഷ്പനും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. പക്ഷേ മരണത്തെ പരാജയപ്പെടുത്തി പുഷ്പൻ അതിനെ അതിജീവിച്ച് മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. എനിക്ക് പുഷ്പനെ അറിയുന്നത് 94 വെടിവെപ്പ് നടക്കുമ്പോൾ ഞാനൊരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. ആ സമരത്തിൽ അന്ന് ബ്രണ്ണൻ കോളേജിൽ SFIക്കാരായ ഞങ്ങളോട് 2ാം വർഷ പ്രീ ഡിഗ്രിക്കാരായതുകൊണ്ട് നിങ്ങളൊന്നും സമരത്തിൽ പങ്കെടുക്കണ്ട, ഞങ്ങൾ ഡിഗ്രിക്കാരും മാത്രമേ ഈ സമരത്തിൽ പോകേണ്ടതുള്ളൂ എന്ന് SFIയുടെ തീരുമാനമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഞാൻ സമരത്തിൽ പങ്കെടുത്തിരുന്നില്ല. പക്ഷേ ഏതാണ്ടൊരു 2:05-2:10 ഒരു വെള്ളിയാഴ്ചയാണ് കെമിസ്ട്രി ലാബിലേക്ക് കയറി എന്നോട് അന്ന് ക്ലാസ്സിൽ വൈകി വന്ന എൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥിയെ റിയാസ് വന്നു ലാബിൽ പ്രാക്ടിക്കലി എന്നോട് പറഞ്ഞു, തലശ്ശേരി ടൗണിൽ ആശുപത്രിക്ക് മുന്നിൽ വൻ ജനക്കൂട്ടമാണ്, അവിടെ കൂത്തുപറമ്പ് ഭാഗത്ത് വെടിവെപ്പോ എന്തോ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അത്രമാത്രം റിയാസിന് കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പോഴേക്കും മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലമാണ്, മറ്റ് സംവിധാനങ്ങളില്ലാത്ത കാലമാണ്. ലാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ SFIയുടെ പ്രധാനികളാരും തന്നെ ക്യാമ്പസിലില്ല. അവരൊക്കെ സമരത്തിൽ പങ്കെടുക്കാൻ പോയതാണ്. പിന്നീടാണ് അറിയുന്നത് കൂത്തുപറമ്പിൽ വെടിവെപ്പ് നടന്നിരിക്കുന്നു. എത്ര പേർ മരിച്ചു എന്ന വിവരങ്ങളില്ല. ഞങ്ങൾക്ക് ആകെ ആശ്രയിക്കാൻ സാധിക്കുന്നത് ബ്രണ്ണൻ കോളേജിലെ പ്രിൻസിപ്പലിന്റെ മുന്നിലെ കോയിൻ ബൂത്ത് മാത്രമായിരുന്നു. ആ കോയിൻ ബൂത്തിൽ നിന്ന് ഞങ്ങൾ CH മന്ദിരത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഫോൺ എൻഗേജ്ഡ് ആണ്, കിട്ടുന്നില്ല. അപ്പോഴേക്കും ഞങ്ങളുള്ള ആളുകൾ ചേർന്ന് പ്രകടനം നടത്തി, ക്യാമ്പസിൽ പഠിപ്പുറക്കി. തലശ്ശേരിയിൽ നിന്ന് വന്ന ആദ്യ ബസ്സിൽ വന്ന ആളാണ് പറഞ്ഞത് വെടിവെപ്പാണ്, ആളുകൾ മരിച്ചിട്ടുണ്ട്. വാഹന ഗതാഗതം നിലച്ചിരുന്നില്ല. മുണ്ണംകുളയിൽ നിന്ന് കിട്ടിയ ബസ്സിൽ ഞങ്ങൾ ചാടി കയറി. ഏതാണ്ട് കൊടുവഴി എത്തുമ്പോഴേക്കും ഗതാഗതം പൂർണ്ണമായി നിലച്ചു. ബസ് നിറങ്ങി ഞങ്ങൾ ഓട്ടവും നടത്തുവാണ്. ബസ് നിറങ്ങി ഞങ്ങൾ ഓട്ടവും നടത്തുവായി എത്തുമ്പോൾ ഏതാണ്ട് KR ബിസ്ക്കറ്റ് കമ്പനിക്ക് മുമ്പിൽ എത്തിയപ്പോഴാണ് വളരെ ഡിസിപ്ലിൻഡ് ആയ ഒരു ക്യൂ ആണ്. ആ ഡിസിപ്ലിൻഡ് ആയ ക്യൂ എങ്ങോട്ടാണ് പോകുന്നത് അറിയില്ല. ആ ഡിസിപ്ലിൻഡ് ആയ ക്യൂ എത്തിയത് തലശ്ശേരി ജനറൽ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്കായിരുന്നു. മോർച്ചറിൽ എത്തിയപ്പോൾ മോർച്ചറി ടേബിളിന്റെ മുകളിൽ വെടിയേറ്റ് കിടക്കുന്നത് റോഷനായിരുന്നു. കൈയുടെ മുകളിൽ പതിച്ചിട്ടുള്ള റോഷൻ. മറ്റൊന്ന് ശിവലാലായിരുന്നു. മുഖം തകർന്ന് സഖാവ് ബാബുവായിരുന്നു. അതിലേറ്റവും സങ്കടകരമായ കാര്യം, എന്നെ പോലെ ക്യൂവിൽ വന്ന ബാബുവിന്റെ സഹോദരന് മരിച്ചു വെടിയേറ്റ് കിടക്കുന്നത് സ്വന്തം സഹോദരൻ, സ്വന്തം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന ബാബുവാണ് തിരിച്ചറിയാൻ കുഞ്ഞന്നിന് സാധിച്ചിരുന്നില്ല. അയാൾ ഞങ്ങളെപ്പോലെ കണ്ടു പുറത്തറി. കാരണം അത്രമാത്രം മുഖം പൂർണ്ണമായും തകർന്നിരുന്നു. നിലത്താണ് കണ്ണു തുറന്ന് ഇപ്പോഴും എൻ്റെ നാട്ടുകാരൻ മധു കിടക്കുന്നത്. രാജീവനും ശിവലാലും അതുപോലെ തന്നെ ബാബുവും ടേബിളിലാണെങ്കിൽ റോഷനും അതുപോലെ തന്നെ മധുവും കിടക്കുന്ന നിലത്താണ്. കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോഴേക്കും സമരം തീക്ഷ്ണമായി. പിന്നീട് പരിക്കുവയ്ക്ക് ആളുകൾ കണ്ടു. അപ്പോഴൊന്നും പുഷ്പനെ ഞാൻ കണ്ടില്ല. പുഷ്പൻ മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന CPIM നേതാവ് സഖാവ് പുഞ്ച പറഞ്ഞു, ഇവിടെ ആരും നിൽക്കാൻ പാടില്ല, നിങ്ങൾ നിങ്ങളുടെ നാടുകളിലേക്ക് പോകണം. നാളെ കേരള ഹർത്താലാണ്. ഹർത്താലും മറ്റും വിജയിപ്പിക്കാൻ നിങ്ങൾ നാടുകളിലേക്ക് പോകണം. പാർട്ടി സഖാക്കളുടെ പ്രതിഷേധമായിരുന്നു വ്യാപകമായി. ഒരു ഭാഗത്ത് പ്രതിഷേധം, പാർട്ടി നേതാക്കളുടെ ആഹ്വാനങ്ങൾ. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്വം പാർട്ടി ഏൽക്കില്ല.
സഖാക്കൾ തിരിഞ്ഞ് നാട്ടിലേക്ക് പോകാൻ ബസ്സില്ല. അപ്പോഴാണ് അറിയുന്നത് മരിച്ചു കിടക്കുന്നതിൽ ഒന്നല്ല നാട്ടുകാരൻ മധുവാണെന്നുള്ളത്. സംസ്കാര ചടങ്ങിന്റെ ഓരോ ദൃശ്യങ്ങളും ഇന്നും എൻ്റെ കണ്ണിൽ മായാതെ കിടക്കുന്നുണ്ട്. ബോഡി എത്തിയത് മാടപ്പടി വെച്ചിരുന്നു, മധുവിന്റെ ബോഡിയും കൊണ്ട്. ഇതാണ് 94 നവംബർ 25 അക്കൂത്തുപറമ്പ് വെടിവെപ്പ്. പിന്നെ ഇന്നത്തെ പോലെ വിഷ്വൽ മീഡിയ ഇല്ല, ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ല. ആകെ ആശ്രയിക്കേണ്ടി വരുന്നത് പ്രിന്റ് മീഡിയ മാത്രമാണ്. 94 കഴിഞ്ഞ് 2024 എത്തുമ്പോഴേക്കും 30 വർഷം പിന്നിട്ടിരിക്കുന്നു. സഖാ പുഷ്പനെ ഞാൻ പരിചയപ്പെടുന്നത്, പുഷ്പൻ ഏതാണ്ട് 5-6 മാസക്കാലം ഹോസ്പിറ്റലിൽ കിടന്ന് തലശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രി, ഇന്നത്തെ ആശുപത്രിയല്ല, തലശ്ശേരി ജനറൽ ഹോസ്പിറ്റലിന്റെ തൊട്ടിപ്പുറത്ത് ചട്ടഞ്ചാൽ ബിൽഡിംഗിലായിരുന്നു കോപ്പറേറ്റീവ് ആശുപത്രി ആദ്യം പ്രവർത്തിച്ചത്. അവിടെ അന്നത്തെ SFIയുടെ ജില്ലാ വൈസ് പ്രസിഡന്റായ വി പ്രദീപനാണ് പ്രിഡിഗ്രി വിദ്യാർത്ഥി എന്നെയും കൂട്ടി പുഷ്പനെ കാണാൻ പോകുന്നത്. അന്ന് രാജേട്ടൻ അവിടെയുണ്ട്. രാജേട്ടൻ ഈ പുഷ്പന്റെ ശരീരത്തിൽ കയറ്റിയ ഗ്ലൂക്കോസ് ബോട്ടിലുകൾ കൊണ്ട് ഒരു ശില്പം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. 94 വെടിവെപ്പ് കഴിഞ്ഞ് 95 ആരംഭിച്ച ബന്ധം 2024 സെപ്റ്റംബർ മാസം 28 മരണം വരെ സൂക്ഷിക്കാൻ സാധിച്ചൊരു പൊതുപ്രവർത്തകനാണ്. അതിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു അഭിമാനമായി കാണുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. പുഷ്പനുമായുള്ള ബന്ധം, അദ്ദേഹം മരിക്കുന്നത് വരെ കാത്തുസൂക്ഷിക്കാൻ സാധിച്ചു എന്നത് ഒരു അഭിമാനമായി കാണുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. 95 കഴിഞ്ഞു. 96 ഇടതുപക്ഷ സർക്കാർ കേരളത്തിന്റെ അധികാരത്തിലേക്ക് വന്നു. അപ്പോഴേക്കും വിദ്യാർത്ഥി സംഘടനയുടെ സജീവ നേതൃനിരയിലേക്ക് എന്നെപ്പോലുള്ള തലമുറ വന്നിരുന്നു. പുഷ്പൻ വീണ്ടും കിടക്കുക തലശ്ശേരി ഇടക്കിടക്ക് ഹോസ്പിറ്റലിൽ കോപ്പറേറ്റീവ് ആശുപത്രിയിലെത്തി. വിദ്യാർത്ഥി സമരം വീണ്ടും തീക്ഷ്ണമാകാൻ തുടങ്ങി. 2003 ആണെന്ന് തോന്നുന്നു. അന്ന് സമരത്തിന്റെ ഭാഗമായി വീണ്ടും SFI സമരം ആരംഭിച്ചു. സമരത്തിന്റെ ഭാഗമായി മന്ത്രിമാരെ കരിങ്കൊടി കാണിക്കാൻ ഞങ്ങൾ വീണ്ടും തീരുമാനിച്ചു. കരിങ്കൊടി കാണിക്കാൻ മന്ത്രിമാരെ കരിങ്കൊടി കാണിക്കും. അന്ന് പുഷ്പന്റെ മുറിയിൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ രാത്രി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നാളെ കരിങ്കൊടി കാണിക്കാൻ പുഷ്പനെ. കാരണം 96 ശേഷം മന്ത്രിമാർക്ക് നേരെയുള്ള കരിങ്കൊടി വീണ്ടും ആരംഭിക്കുന്ന 2003 പുഷ്പം പറഞ്ഞു ശ്രദ്ധിച്ചോളണം. ഇപ്പൊ കരിങ്കൊടി കാണിക്കാൻ പോയ ഞങ്ങളൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു, നീക്കി. ഭീകരമർദ്ദനങ്ങളൊന്നുമില്ല, പക്ഷെ അറസ്റ്റ് ചെയ്ത് നീക്കി. പുഷ്പനെ ഫോൺ വിളിക്കാൻ കഴിയില്ല. പുഷ്പൻ ആരെങ്കിലും വിളിച്ചു കൊടുക്കും ഫോൺ. പക്ഷെ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പുഷ്പം വിളിച്ചു. ഞങ്ങളത് മൊബൈലിൽ കിട്ടാത്തതുകൊണ്ട് എന്ത് സംഭവിച്ചു അവർക്ക്? അപ്പൊ DC ഓഫീസ് പറഞ്ഞ അവർ സുരക്ഷിതരാണ്, പോലീസ് കസ്റ്റഡിയിലാണ്. അതാണ് പുഷ്പന്റെ കരുതൽ, സഹസഖാക്കളോടുള്ള കരുതൽ. ഇത്രമാത്രമുള്ള ഒരു മറ്റൊരു സഖാവിനെ ഞാൻ കണ്ടിട്ടില്ല. അതാണ് പുഷ്പൻ ഞങ്ങൾക്കൊക്കെ മരിക്കുന്നത് വരെ ഹൃദയബന്ധം സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചത്. ആ പുഷ്പന്റെ മുകളിൽ ഏറ്റവും വലിയ സർജറിക്ക് വിധേയമാക്കുന്നത് 2018 ബേബി ഹോസ്പിറ്റൽ വെച്ചായിരുന്നു. അന്നും വലിയ സംഘർഷങ്ങളായിരുന്നു. ക്വാഡ്രിപ്ലീജിയ എന്നാണ് ഇതിന് പറയുക. അങ്ങനെ ഒരു ക്വാഡ്രിപ്ലീജിയയിൽപ്പെട്ട ഒരാൾ അനസ്തീഷ്യ കൊടുത്താൽ തിരിച്ച് ജീവിതത്തിലേക്ക് വരുമോ എന്ന ശങ്ക മെഡിക്കൽ സയൻസിന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരിയായിരുന്നു. ഡോക്ടറുടെ മുകളിൽ, ശൈലേഷിന്റെ മുകളിൽ വലിയ സമ്മർദ്ദം. അപ്പോഴാണ് ശൈലേഷ് പറഞ്ഞു എനിക്ക് കഴിയില്ല, വലിയ സംഘർഷമാണ്, ചെയ്യണോ വേണ്ടേ, ചെയ്താൽ കുറച്ചു കാലം കൂടി ജീവിക്കും. അപ്പോഴാണ് പാർട്ടി സെക്രട്ടറി സഖാവ് കോടിയേരി പറഞ്ഞത് അതിന്റെ മുകളിൽ അഭിപ്രായം പറയേണ്ടത് CPM ആണ്. ഇതിലെന്ത് സംഭവിച്ചാലും ഡോക്ടർ CPM ഉത്തരം പറഞ്ഞോളൂ, നിങ്ങൾ ഇതിനകത്തെ കുറിച്ച് ആശങ്കപ്പെടണ്ട. 2018 പുഷ്പന്റെ ഉള്ളിൽ നടത്തിയ സർജറി വൻ വിജയമായി. എനിക്ക് ഓർമ്മയുണ്ട്, ആശുപത്രിയിൽ ഞാൻ മലപ്പുറം DYFI സമ്മേളനത്തിലായിരുന്നു. DYFI സമ്മേളനത്തിന്റെ കുടിയുടെ ഫോൺ വരും, എന്തായി? ഞാൻ തിരിച്ച് ഇവിടെ വിളിക്കും, എന്തായി? വൈദ്യശാസ്ത്രം വിജയിച്ചു, അനസ്തീഷ്യ കൊടുത്ത പുഷ്പൻ വർദ്ധിത വീര്യത്തോടെ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു. 6 വർഷക്കാലം നമുക്ക് പുഷ്പനെ വീണ്ടും കിട്ടി. 2024 ഏതാണ്ട് ജൂലൈ മാസമാണ് സഖാവ് പുഷ്പൻ അഡ്മിറ്റ് ആവുന്നത്. സാധാരണ എന്നെ വിളിക്കാറില്ല. അവിടെ ആശുപത്രിയിൽ വിളിക്കും, പ്രശാന്തനെയോ ഇതിനെ വിളിക്കും, അവിടെ പോയി കിടക്കും. പാച്ചനും അവരുടെ ആളുകൾ കൊണ്ടുപോയി കിടത്തും. എന്തോന്നറിയില്ല, ഇത്തവണ ആശുപത്രിയിൽ പോകുമ്പോൾ പുഷ്പൻ എന്നെ വിളിച്ചു, എനിക്കൊരു കൈകാൽ വേദനയാണ്. ഞാൻ പറഞ്ഞു നല്ലത്, ആശുപത്രിയിലേക്ക് പോയിക്കോ, നല്ല കാര്യം, ഞാൻ അവിടെ ഏർപ്പാടാക്കുക. കാരണം ആശുപത്രിയിൽ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. ഒരു കൈയും കാലും വേദന എന്ന് പറഞ്ഞപ്പോൾ ആശുപത്രി പോകാൻ സന്നദ്ധമായില്ല. ഞാൻ പറയുന്നത് നല്ല കാര്യമാണ്, ആശുപത്രി പോകാൻ സന്നദ്ധമായില്ല. 2024 ജൂലൈ മാസം അവസാനം പുഷ്പൻ ഹോസ്പിറ്റലിലേക്ക് പോയി. ആഗസ്റ്റ് മാസം 2-ാം തീയതി ഒരു മേജർ കാർഡിയാക് അറസ്റ്റ് പുഷ്പൻ മോളിലുണ്ടായി. കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ആളുകൾ CPR കൊടുത്തപ്പോൾ പുഷ്പൻ തിരിച്ച് വീണ്ടും വന്നു.
ബേബിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അവസാനം ഞാൻ പുഷ്പൻ എന്നോട് കൈ കാട്ടുന്നത്. സഖാവ് പ്രശാന്തിന്റെ വീഡിയോ കോളിൽ പ്രശാന്തിനെ വിളിച്ചു. ഞാൻ പട്ടാമ്പിയിലേക്ക് യാത്രയായിരുന്നു. പുഷ്പൻ ഫോണിൽ എനിക്ക് കാണിച്ചു തന്നു. പ്രശാന്ത് എനിക്ക് കാണിച്ചു പുഷ്പൻ തലയാട്ടി ഞാൻ കൈ കാണിച്ചു. ആഗസ്റ്റ് മാസം ആരംഭിച്ച മരണത്തോടുള്ള യുദ്ധം, ആഗസ്റ്റ് 2 ആരംഭിച്ച മരണത്തോടുള്ള യുദ്ധം ഏതാണ്ട് 157 ദിവസത്തിലേറെ പുഷ്പൻ മരണവുമായി മല്ലിട്ടു. പതിപോലെ മരണത്തെ പരാജയപ്പെടുത്തുമെന്നായിരുന്നു ഞാൻ വിശ്വസിച്ചത്. പക്ഷേ മരണം പുഷ്പന്റെ മുകളിൽ വിജയം നേടി. സെപ്റ്റംബർ മാസം 28 സഖാവ് പുഷ്പൻ എക്കാലത്തെയും ഒരുപാട് നമുക്ക് ഓർമ്മകൾ നൽകി. പുഷ്പന് പകരം പുഷ്പൻ മാത്രമേ ഉള്ളൂ. അതാണ് ചില സോഷ്യൽ മീഡിയയിൽ സഹനത്തിന്റെ ആ മഹാസൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. ആ സഹനത്തിന്റെ ആ മഹാസൂര്യൻ സെപ്റ്റംബർ മാസം 28-ാം തീയതി ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം അസ്തമിച്ചു. പുതുതലമുറയിൽപ്പെട്ട പൊതുപ്രവർത്തകർക്ക്, എന്നെപ്പോലുള്ള പൊതുരാഷ്ട്രീയ പ്രവർത്തകർക്ക് പുഷ്പൻ ഒരു പാഠപുസ്തകമാണ്. ത്യാഗത്തിന്റെ, സഹനത്തിന്റെ മഹാപാഠപുസ്തകം. നിരാശയില്ലാത്ത മനുഷ്യൻ. നമ്മളിൽ ആരെങ്കിലും ഒരാൾ ജയിലിൽ കിടക്കുമ്പം ഒരു റിമാൻഡ് തള്ളിയാൽ തുടങ്ങും ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ. എന്തേ നേതാക്കന്മാരെ നടക്കില്ലേ? ഇവിടെയാണ് ഒരു മനുഷ്യൻ 3 പതിറ്റാണ്ടോളം പരാതിയില്ലാതെ, പരിഭവമില്ലാതെ ആരെങ്കിലും വന്ന് കുത്തിയാലും ഒരു ഘട്ടത്തിൽ പോലും പാർട്ടിക്കെതിരെ, താൻ വിശ്വസിച്ച പ്രത്യയശാസ്ത്രത്തിനെതിരെ ഒരു മറുവാക്ക് പോലും പറയാതെ ലോകത്തിന് മുന്നിൽ മഹാത്ഭുതമായി പുഷ്പൻ ജീവിച്ചു എന്നതാണ്. പുഷ്പൻ ഒരു പാഠപുസ്തകമാണെന്ന് പറയുന്നത് പ്രേരിപ്പിക്കുന്നത്. അതാണ് സഖാവ് പുഷ്പൻ. ഒരു ഘട്ടത്തിൽ പോലും നിരാശ എന്ന വാക്ക് മനുഷ്യനുണ്ടായിരുന്നില്ല. എപ്പോഴും സ്വന്തം സഖാക്കളോട്, സ്വന്തം പാർട്ടിയോട് ഇത്രമാത്രം കൂറും ആത്മാർത്ഥതയും വെച്ച് പുലർത്തിയ മറ്റൊരു പ്രവർത്തകനോട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സഖാവ് പുഷ്പൻ മാത്രമാണ്. പുഷ്പന് പകരം വെക്കാൻ പുഷ്പൻ മാത്രമേ ഉള്ളൂ. പുഷ്പൻ ഈ പാർട്ടിയെ സ്നേഹിച്ചു. പുഷ്പനെ പാർട്ടിയും തിരിച്ചു സ്നേഹിച്ചു. പുഷ്പൻ എത്രമാത്രം ഈ പാർട്ടിയെ സ്നേഹിച്ചിട്ടുണ്ടോ അതേ അളവിൽ പുഷ്പനെയും പാർട്ടി സ്നേഹിച്ചു എന്നുള്ളതാണ്. അതാണ് പുഷ്പനും പാർട്ടിയും തമ്മിലുള്ള ബന്ധം. അതാണ് ലോകത്തിന്റെ പല ഭാഗത്തും സഖാക്കളും ഒത്തുചേരാൻ തോന്നുന്നത്. അതാണ് പുഷ്പൻ. ആ പുഷ്പനെ ഓർക്കാൻ പുഷ്പന്റെ സഖാക്കൾ ജയശ്രീക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് ജയേഷിന്റെ കരച്ചല്. 2018-ാം തീയതി 2018-ൽ മഹാസർജറിക്ക് വേണ്ടി പുഷ്പൻ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ പുഷ്പന്റെ ഡോക്ടറെ കൈപിടിച്ച് ജയേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ഇതുപോലെ തിരിച്ചു തരണം. പുഷ്പൻ 6 വർഷക്കാലം തിരിച്ചു വന്നു. ഇന്ന് നമ്മുടെ കൂടെ പുഷ്പനില്ല. ആ പുഷ്പനെ ഓർക്കാൻ പുഷ്പന്റെ സഖാക്കൾ ഒത്തുചേർന്നു എന്നുള്ളത് ഒരു മഹാകാര്യമാണ്. നമുക്ക് പുഷ്പന്റെ ഓർമ്മകളിൽ മുന്നോട്ട് പോകാം. നമുക്ക് പുഷ്പന്റെ ഓർമ്മ ഒരു ഊർജമാണ്, മുന്നോട്ടേക്ക് പോകാനുള്ള ചാലക ശക്തിയാണ്. ആ പുഷ്പന്റെ ഓർമ്മകളിൽ നമുക്ക് ഇനി മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞ് പുഷ്പന്റെ സഖാക്കൾ ഇവിടെ ഒത്തുചേരുമ്പോൾ വരാതിരിക്കുക എന്നത് ഔചിത്യമാണെന്ന പൂർണ്ണ ബോധ്യത്തിൽ പുഷ്പന്റെ സഖാക്കൾ ഒത്തുചേരുന്ന നിമിഷം ഞാൻ ഇവിടെ വന്നു എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് ഈ പുഷ്പന്റെ ഓർമ്മകളിൽ മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞ് ഇവിടെ ഒത്തുചേർന്ന മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്ത് പുഷ്പന്റെ ഓർമ്മകൾ നമുക്ക് മുന്നോട്ടേക്കുള്ള കരുത്താണെന്ന് മാത്രം പറഞ്ഞ് മുഴുവൻ സഖാക്കൾ അഭിവാദ്യം ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പോരാളികളുടെ പോരാളിക്ക്, പോരാളികളുടെ പോരാളിക്ക്, പോരാളികളുടെ പോരാളിക്ക്, പോരാളികളുടെ പോരാളിക്ക് ആയിരം അഭിവാദ്യങ്ങൾ, ആയിരം അഭിവാദ്യങ്ങൾ, ചോരപ്പൂക്കൊണ്ട് അഭിവാദ്യങ്ങൾ, ചോരപ്പൂക്കൊണ്ട് അഭിവാദ്യങ്ങൾ. ഒരു കൈത്താറില്ല.
ജീവശവമായിരിക്കുന്ന പുഷ്പേട്ടൻ ഒരു കൂത്തുപറമ്പ് സമരവാർഷികത്തിന് അവിടെ വരുമ്പോഴാണ് ഞാൻ പുഷ്പേട്ടനെ ആദ്യം കാണുന്നത്. എവിടെ എത്തിയപ്പോഴാണ് അന്ന് ഈ പണിയെടുക്കാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് വിനോദുണ്ട്, വിജയേട്ടൻ, അതുപോലെ സഖാവ് അപ്പു ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പു പറയുന്നത് പുഷ്പേട്ടന്റെ വീട് ഇവിടെ അടുത്താണ്, നമുക്ക് അവിടേക്ക് പോവാം. അങ്ങനെയാണ് ഞാൻ പുഷ്പേട്ടന്റെ വീട് ആദ്യം തന്നെ ചെല്ലുന്നത്. പുഷ്പേട്ടൻ അന്ന് എനിക്ക് തുടങ്ങിയ ബന്ധം ഇന്നും, അതായത് മരിക്കുന്നതുവരെ അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകുന്നത് വരെ ഫോണിലൂടെ എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു. അധിക ദിവസങ്ങളിലും ഞാൻ പുഷ്പേട്ടന്റെ വീട്ടിൽ പോയി ഒരുപാട് നേരം ഇരിക്കാറുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിലെ എന്റെ ഫോണിലേക്ക് വന്ന കോളുകളിൽ ഏറ്റവും വിലയേറിയ കോളുകൾ, ഞാൻ കുറെ ആളുടെ കൂട്ടത്തിലാണെങ്കിൽ ആ പുഷ്പേട്ടൻ എന്ന് പറഞ്ഞ എല്ലാവരെയും അഭിമാനത്തോടുകൂടി എടുത്തൊരു ഫോൺ കോളായിരുന്നു പുഷ്പേട്ടൻ്റെ. പുഷ്പേട്ടൻ സഹനത്തിന്റെ മഹാസൂര്യനാണ്. എനിക്കറിയാം പുഷ്പേട്ടന്റെ കണ്ണുകളിൽ ഒരു കാലത്ത് നിരാശയുണ്ടായിരുന്നില്ല. എന്നും പ്രകാശം മാത്രം, പോസിറ്റീവ് എനർജി മാത്രം ഉണ്ടായ ഒരു കരുത്തുറ്റ ധീരസഖാവായിരുന്നു പുഷ്പേട്ടൻ. പുഷ്പേട്ടന് മരണമില്ല. പുഷ്പേട്ടൻ ആശുപത്രിയിൽ അവസാന ഘട്ടത്തിൽ ഇരിക്കുമ്പോഴും സഖാവ് ജയേഷിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, പേപ്പറിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, സീരിയസ് ആയിട്ട് ആശുപത്രിയിലാണ്. ഞാൻ ജയേഷിനോട് പറഞ്ഞു, ഇത് സാധാരണ ഉള്ള പോലത്തെ അല്ലേ ഈ ന്യൂസ്? ജയേഷ് എന്നോട് പറഞ്ഞു, വിജേഷ് അതിനപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഞാൻ ഇതൊന്നും വലിയ കാര്യമില്ല, പുഷ്പേട്ടൻ എന്തായാലും തിരിച്ചു വരും. അപ്പോ നമ്മളെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുഷ്പേട്ടൻ ഞങ്ങളിൽ നിന്നും അകന്നുപോയി. പക്ഷേ ഇന്നും ഒരു കാലത്തും ഈ തലമുറയിൽ പുഷ്പേട്ടൻ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തില് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റി എന്ന് തന്നെ വളരെ അഭിമാനകരമായ ഒരു കാര്യമായി ഞാൻ കാണുകയാണ്. ഇൻക്ലാബ് സിന്ദാബാദ്, അന്നേ കരളെ പുഷ്പാട്ട, ഞങ്ങളുടെ നെഞ്ചിലെ പുഷ്പേട്ട, ഇൻക്ലാബ് സിന്ദാബാദ്, പോരാളികളുടെ പോരാളിക്ക് ആയിരം ആയിരം അഭിവാദ്യങ്ങൾ. ഇവടിയുണ്ടയെ തോൽപ്പിച്ച പുഷ്പൻ, ഇവടിയുണ്ടയെ തോൽപ്പിച്ച പുഷ്പൻ, തോറ്റുമടങ്ങാത്ത പോരാളി പുഷ്പൻ, തോറ്റുമടങ്ങാത്ത പോരാളി പുഷ്പൻ, ചങ്കിലെ ചുടുചോര ഭൂമിക്കു നൽകിയോൻ, ചങ്കിലെ ചുടുചോര ഭൂമിക്കു നൽകിയോൻ, എലികുടീരങ്ങളിൽ ഇപ്പോഴും ഉറങ്ങാതെ, എലികുടീരങ്ങളിൽ
ഉയരങ്ങളിൽ ഇപ്പോഴും ഉറങ്ങാതെ വിപ്ലവ കൊടിയേറ്റു കാത്തിരിപ്പാണവർ. ഇൻകുലാബ് സിന്ദാബാദ്. കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിൻ്റെ 30 വർഷങ്ങൾ നീങ്ങിപ്പോയത് ഇന്നലെ എന്നതുപോലെ ആണ് നമ്മൾ ഓരോരുത്തരും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അവരഞ്ചു പേർ എന്നത് അനശ്വരനായ പുഷ്പൻ ആഗ്രഹിച്ചതുപോലെ ആ കൂട്ടത്തിൽ ജ്വലിക്കുന്ന ഒരു താരകമായി സഖാവ് പുഷ്പനും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരുപക്ഷെ മറ്റാർക്കും അടയാളപ്പെടുത്താൻ സാധിക്കാത്ത, ഇനി മറ്റൊരാൾക്ക് അടയാളപ്പെടുത്താൻ സാധിക്കുമോ എന്ന് പോലും കരുതാൻ സാധിക്കാത്ത അങ്ങേയറ്റം ഉജ്ജ്വലമായ സഹനത്തിൻ്റെ ഒരു ദീപ ഗോപുരമായിട്ടാണ് സഖാവ് പുഷ്പൻ മാറിയിട്ടുള്ളത്. കൂത്തുപറമ്പ് രണധീരതയുടെ, സമരധീരതയുടെ 30 വർഷം അടുക്കുമ്പോഴാണ് മഹാത്യാഗത്തിൻ്റെ ആൾരൂപമായ സഖാവ് പുഷ്പനും നമ്മുടെ ജ്വലിക്കുന്ന ഓർമ്മയായി മാറിയിട്ടുള്ളത്. ലോകം മുഴുവൻ, ലോകത്തെമ്പാടുമുള്ള വിപ്ലവകാരികൾക്ക് കരുത്തും ആവേശവുമായി സഖാവ് പുഷ്പൻ മാറുന്നത് ഈ മഹാത്യാഗത്തിൻ്റെ അടയാളപ്പെടുത്തലിലൂടെയാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇന്നലെ എന്ന പോലെ ഓർമ്മിച്ചു പോകുന്ന ആ സമരധീരതയുടെ ദിനങ്ങൾ ആഗോളവൽക്കരണ രാഷ്ട്രീയത്തിൻ്റെ, കോർപ്പറേറ്റ് മൂലധന അധിനിവേശത്തിൻ്റെ സമ്മതികൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് അതിൻ്റെ തുടക്കത്തിൽ യുവജന പ്രസ്ഥാനം DYFI ആ സമരഭൂമിയിലേക്ക് എടുത്തു ചാടിയത്. മനുഷ്യരും സമൂഹവും നിലനിൽക്കുന്ന നാളുവരെ, മണ്ണും മനുഷ്യനും നിലനിൽക്കുന്ന നാളുവരെ അമരരായ കൂത്തുപറമ്പ് രക്തസാക്ഷികൾ, ഇന്ന് പുഷ്പൻ ഉൾപ്പെടെയുള്ള രക്തസാക്ഷികൾ എക്കാലത്തും ഓർമ്മിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ധീരന്മാരുടെ ഉജ്ജ്വലമായ സ്മരണയ്ക്ക് മുമ്പിൽ വിനീതനായ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആദരാഞ്ജലികൾ, ചോരപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഈ മഹസ്മരണയ്ക്ക് മുമ്പിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമപ്പെടും. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. രക്തസാക്ഷികൾ സിന്ദാബാദ്. ശുഭ്രപതാക സിന്ദാബാദ്. രമേശേട്ടന് ഉപഹാരം കൊടുക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. ഇൻകുലാബ് സിന്ദാബാദ്. കാലത്തിന്റെ ചരിത്രത്തിന്റെ മഴമുന പൊട്ടിപ്പോകുന്നില്ല, പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല, രക്തസാക്ഷി മരിക്കുന്നില്ല, അവരത് കാട്ടിയ പാതയിലൂടെ. ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നാണ് ഉൾപ്പെടെയുള്ള നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അനുസൃതരായ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ഒരിക്കലും മായാതെ രക്തസാക്ഷി സ്മരണ പുതുക്കുന്നതിന് വേണ്ടിയാണ് സഖാവ് പുഷ്പൻ അന്തരീക്ഷം കൊള്ളുന്ന ഈ മണ്ണിൽ നാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. 1994 നവംബർ മാസം 25-ാം തീയതിയാണ് അന്നത്തെ സർക്കാരിന്റെ വിദ്യാഭ്യാസ കച്ചവടത്തിൽ അഴിമതിക്കുമെതിരായി
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്നുവന്നിട്ടുള്ള ശക്തമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കൂത്തുപറമ്പിൽ ആയിരക്കണക്കിന് യുവജനങ്ങൾ, നിരായുധരായ യുവജനങ്ങൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തിയാറുള്ളത്. ആ പ്രതിഷേധ പ്രകടനത്തിന് നേരെ പോലീസ് നടത്തിയുള്ള വെടിവെപ്പിലാണെന്ന് കുറിച്ച് വീരരായ പോരാളികൾ രക്തസാക്ഷിത്വം വഹിച്ചിട്ടുണ്ട്. 30 വർഷം പിന്നിടുമ്പോൾ സഖാവ് പുഷ്പൻ നമ്മിൽ നിന്ന് വേർപെട്ടു പോവുകയുണ്ടായി. ആ ധീരരായുള്ള പോരാളികളുടെ രക്തസാക്ഷി സ്മരണ പുതുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നാം എല്ലാം ഇവിടെ ഒത്തുചേർന്നുള്ളത്. ആ ധീരരായ രക്തസാക്ഷികളുടെ ഒരിക്കലും മരിക്കാത്ത രക്തസാക്ഷി സ്മരണക്കുള്ളിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിപ്ലവ അനുവാദനം. ഒന്നും പറയാനില്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച സഖാക്കളും സുഹൃത്തുക്കളും എല്ലാവരും വിശദമായി തന്നെ സംസാരിച്ചതാണ്. സഖാവ് പുഷ്പേട്ടനുമായി 2017 ബേബി മെമ്മോറിയലിൽ ട്രീറ്റ്മെന്റിൽ വന്ന സമയത്ത് മുതലുള്ള ബന്ധമാണ്. പിന്നീട് 2024 സെപ്റ്റംബർ മാസത്തിൽ പുഷ്പേട്ടൻ ഇവിടെ പറയുന്നത് വരെ പുഷ്പേട്ടൻ്റെ കൂടെ ജീവിക്കാൻ സാധിച്ച് പുഷ്പേട്ടൻ്റെ മനസ്സിൽ ഒരിടം കിട്ടി. അതോടൊപ്പം തന്നെ പുഷ്പേട്ടനെ പോലെ തന്നെ ഹൃദയം തോന്നി സ്നേഹിക്കുന്ന മേനപ്പുറത്തെ പ്രിയപ്പെട്ട സഖാക്കൾ എല്ലാവരെയും പുഷ്പേട്ടൻ്റെ ഈ ഓർമ്മ പങ്കിടുന്ന കൂത്തുപറമ്പ് രക്തസാക്ഷികളെ പറ്റി ഒത്തുകൂടി എല്ലാവർക്കും സ്നേഹത്തോടെ ഒരായിരം ഞങ്ങളെയാകെ നയിച്ച സഖാക്കളെ നിങ്ങൾക്ക് 1000 അഭിവാദ്യങ്ങൾ. മനുഷ്യനാവണം ഉയർച്ചതാചരീരമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർഗം. മനുഷ്യനാവണം ഉയർച്ചതാചരീരമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർഗം. മനുഷ്യനാവണം ഉയർച്ചതാചരീരമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർഗം. മനുഷ്യനാവണം ഉയർച്ചതാചരീരമായ
തുല്യതാണ് മാർഗിസം മനുഷ്യനാവണം മനുഷ്യനാവണം ഉയർച്ച കഠിനമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർഗിസം പ്രണയമേ കലഹമേ പ്രണയമേ കലഹമേ പ്രകൃതി സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർഗിസം നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർഗിസം മനുഷ്യനാവണം മനുഷ്യനാവണം ഉയർച്ച കഠിനമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർഗിസം നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർഗിസം അത് തുറന്നു ഇഷ്ടപ്പെടല്ലപ്പാ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ല നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ ജനിക്കുമെന്നൊരു സത്യം പിന്നെ മരിക്കുമെന്നൊരു സത്യം ജനിക്കുമെന്നൊരു സത്യം പിന്നെ മരിക്കുമെന്നൊരു സത്യം അതിനിടക്കുള്ള കാലം ഇവിടെ കഴിച്ചു കൊടുക്കുക നമ്മൾ അതിനിടക്കുള്ള കാലം ഇവിടെ കഴിച്ചു കൊടുക്കുക നമ്മൾ പാട് നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നീ എന്തിനെ നിങ്ങളെന്തിനെ ഇവിടെ താങ്കളെന്തിനെ ഇവിടെ നമ്മളെന്നല്ലേ നീ എന്തിനെ നിങ്ങളെന്തിനെ ഇവിടെ താങ്കളെന്തിനെ ഇവിടെ നമ്മളെന്നല്ലേ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ കണ്ണാരോ കണ്ണാരോ മഴ പെയ്യുമ്പോൾ നമുക്ക് മുട്ടിന് തുടരുക ഇടിവെട്ടുമ്പോൾ നമുക്ക് പന്തേ പോകരുത് കരിമട്ടി കണ്ണല്ല വെണ്ണെ കണ്ടാലൊരു സുന്ദരിയല്ലേ പരിഭവം നോക്കുന്ന വെണ്ണെ മഴപ്പിറാവിനെ ഉള്ളവെണ്ണെ ഈ പാട്ടി എന്നെ നെഞ്ചിനെ കാണുന്നേ എന്നെ മോഹത്തിൽ കുട്ടികൾ കണ്ണിക്കൊടുക്കുന്ന സുന്ദര പോയില്ലേ നീ എന്നെ കണ്ണിയല്ലേ എന്നെ മോഹത്തിൽ കുട്ടികൾ കണ്ണിക്കൊടുക്കുന്ന സുന്ദര പോയില്ലേ തുളഞ്ഞ് പൂവാകെ തുമ്പി പാടി വന്നേ ഇന്നെന്റെ നെഞ്ചരത്തിൽ തേനോരോ പൂവാകെ പൂവാകെ തുമ്പി പാടി വന്നേ ഇന്നെന്റെ നെഞ്ചരത്തിൽ തേനോരോ പൂവാകെ കുഴിയമ്മേ നല്ല പൂവൊന്ന് വീഴുകേ നാടി തുറന്ന് നടന്നേ പത്തുമണിയെ കുട്ടി നടന്നേ കൊഞ്ചി കൊഞ്ചി കൊഞ്ചിരിച്ചു വരുന്നൊരു സുന്ദരി പെൺകുടിയേ കൊഞ്ചി കൊഞ്ചി കൊഞ്ചിരിച്ചു വരുന്നൊരു സുന്ദരി പെൺകുടിയേ പോയി മറന്നോ വഴിയോ പോയി
എന്ന പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് അതിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന മുഴുവൻ മാന്യ വ്യക്തികൾക്കും അതുപോലെ പേരെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും ഈ സഹകരണ സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തും. നമ്മുടെ പുരുഷന്റെ പാട്ടുപാടി ഇവിടെ കേരളമൊട്ടാകെ നല്ല നിലയിൽ ജോലി ചെയ്ത നമ്മുടെ സർവസാജിയെ രമേശേട്ടൻ ഇൻകുലാബ് സിന്ദാബാദ് പോരാട്ടത്തിൻ നാളുകളെ ചെറുത്തുനിൽപ്പിൻ നാളുകളെ ഞങ്ങളെ ആകെ നയിച്ച സഖാക്കളെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ